നമസ്തേ, ഞാൻ VS കൃഷ്ണരാജ്. എല്ലാ പ്രേക്ഷകർക്കും പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, കർക്കിടകം 8 പുണർദം ജൂലൈ 24 വ്യാഴാഴ്ച. പുണർദം നക്ഷത്രമാണ്. രാഹുകാലം ഉച്ചയ്ക്ക് 1:30 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയാണ്. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരം, അതിൽ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126 വർഷമാണ്. 4 യുഗങ്ങളാണല്ലോ ഒരു ചതുർയുഗ കാലത്തുള്ളത്. അതിലെ അവസാനത്തേതാണ് ഈ കലിയുഗം എന്ന് പറയുന്നത്. ആ കലിയുഗം തുടങ്ങിയിട്ട് 5126 വർഷമായി. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗസ്ഥനായ ദിവസം, സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽക്കാണ് കലി തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം മുതൽക്ക് കണക്കുകൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കലിദിന സംഖ്യ 18,72,415 ദിവസമാണ്. ഇന്ന് മലയാള കലണ്ടർ അനുസരിച്ച് 1000 കൊല്ലവർഷം എന്നാണ് പറയുക. കൊല്ലവർഷം കണക്ക് അനുസരിച്ച് 1200 ആണ്ട്, കർക്കിടക മാസം 8-ാം തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 2-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 24-ാം തീയതിയാണ്. ഇപ്പോൾ കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ അമാവാസി തിഥിയാണ് ഇന്ന് കരണം വരുന്നത് നാൽക്കാലി കരണമാണ്. നിത്യയോഗം ഘർഷണനാമ നിത്യയോഗമാണ്. നാൾ പുണർദമാണ്. ഞാറ്റുവേല പൂയം ഞാറ്റുവേല തന്നെയാണ്. ദിവസം വ്യാഴം. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:16:30 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:44:21 അസ്തമയം സംഭവിക്കുന്നു. ഇന്ന് ദിനമാനം വരുന്നത് 12 മണിക്കൂർ 27:51 മധ്യകേരളത്തിലെ ഉദയാസ്തമയങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഉദയാസ്തമയങ്ങളും ദിനമാനവും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഏതാനും കുറച്ച് സെക്കൻഡുകളുടെയും ഒക്കെ വ്യത്യാസം കേരളത്തിൽ തന്നെ തെക്കോട്ടും വടക്കോട്ടും മാറുന്തോറും നമുക്ക് ഉണ്ടാവുന്നതാണ്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 12:30 മുതൽക്ക് 2:03 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് രാവിലെ 10:56 മുതൽക്ക് 12:30 വരെയാണ്. യമകണ്ഠകകാലം വരുന്നത് രാവിലെ 7:49 മുതൽക്ക് 9:23 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ ശുഭകാര്യങ്ങൾക്ക് പൊതുവെ വർജ്യമായിട്ടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:06 തുടങ്ങി 12:54 വരെയാണ്. ഇതിൻ്റെ മധ്യഭാഗത്ത് 4 മിനിറ്റ് ഒഴിച്ച് വർജിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ 12:06 തുടങ്ങി 12:28 വരെയും തുടർന്ന് 12:32 മുതൽക്ക് 12:54 വരെയുള്ള സമയത്താണ് അഭിജിത് മുഹൂർത്തം വരുന്നത്. മറ്റ് മുഹൂർത്തങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ദിവസങ്ങളിൽ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ള കർമ്മങ്ങൾക്ക്, ശുഭകർമ്മങ്ങൾക്ക് ഈ അഭിജിത് മുഹൂർത്തം ഒരു മുഹൂർത്തമായിട്ട് എടുക്കാറുണ്ട്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് വൃശ്ചിക കൂറുകാർക്കാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറ് എന്ന് പറയുന്നത്. ഈ നക്ഷത്രക്കാരുടെ 8-ാം ഭാവത്തിൽ, വൃശ്ചികം മുതൽക്ക് 8-ാം ഭാവത്തിലാണ് ഇന്ന് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ദിവസമല്ല. പുതിയ സംരംഭങ്ങൾക്കോ പുതിയ പ്രധാനപ്പെട്ട യാത്രകൾക്കോ ശുഭകർമ്മങ്ങൾക്ക് തുടക്കമിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഈ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ ഒഴിവാക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് പുണർദമാണ്. പുണർദം നക്ഷത്രത്തിന് പൗഷ്ടിക കർമ്മങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. പൊതുവെ ശുഭനക്ഷത്രമാണ് പുണർദം. ദേവനക്ഷത്രമാണ്. പൗഷ്ടിക കർമ്മങ്ങൾ, അതുപോലെ ശാന്തി കർമ്മങ്ങൾ, യാത്ര, ആഭരണം വാങ്ങിക്കുക, ആഭരണം അണിയുക, വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ജോലി തുടങ്ങുക, വാസ്തു സംബന്ധമായ ജോലി തുടങ്ങുക, അതുപോലെ വിദ്യാരംഭം, പുതിയ വാഹനം വാങ്ങിക്കുക, കൃഷി, അതുപോലെ വ്രതം ആരംഭിക്കുക, ഇങ്ങനെയുള്ള എല്ലാ മംഗളകർമ്മങ്ങൾക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് കർക്കിടക മാസത്തിലെ കറുത്തവാവാണ്.
ഇന്നേ ദിവസം പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് വരുന്നതായിട്ടുള്ള കർക്കിടക രാശിയിലെ കറുത്തവാവിൻ്റെ ദിവസമാകയാൽ ആണ് ഇന്നത്തെ ഈ പിതൃക്കൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് സ്വന്തം പിതൃക്കൾ എന്ന് മാത്രമല്ല, ഏതെല്ലാം തരത്തിലുള്ള മനുകുല സംഭവേഭ്യോ നമ എന്ന് പറഞ്ഞാണ് ഇന്ന് നമ്മൾ പിതൃബലിയൊക്കെ ഇടാറുള്ളത്. മനുകുലത്തിൽ സംഭവിച്ചിട്ടുള്ള സകലമാന പിതൃക്കൾക്ക് വേണ്ടിയിട്ടും ഇന്ന് ശ്രാദ്ധം അനുഷ്ഠിക്കാറുണ്ട്. ഇന്നത്തെ ബഹുദ്ദിഷ്ട ശ്രാദ്ധം എന്നാണ് ഇതിന് പറയുക. എല്ലാവരും ഇന്നേ ദിവസം മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയിട്ട് പിണ്ടസമർപ്പണം ചെയ്യണം. പിതൃക്കൾക്ക് അനുഗ്രഹം തേടേണ്ട ദിവസമാണ്. ഇന്ന് കർക്കിടകം 8-ാം തീയതിയാണ്. രാമായണ മാസം തുടങ്ങി 8ാമത്തെ ദിവസമാണ്. അതാത് ദിവസങ്ങളിൽ പാരായണം ചെയ്യേണ്ട രാമായണ ഭാഗങ്ങൾ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അത് വേണ്ട രീതിയിൽ ചെയ്ത് എല്ലാവർക്കും ശുഭം പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. എല്ലാവരും പിതൃതർപ്പണം നടത്തുന്ന ദിവസമാണ്. ഇന്നലെ ഒരിക്കൽ വ്രതമനുഷ്ഠിച്ച് ഇന്ന് വിവിധ ക്ഷേത്രങ്ങളിലെത്തി അവിടെ ബലിതർപ്പണം നടത്തുന്ന ദിവസമാണ്. അപ്പോൾ വലിയ തിരക്കാണ് എല്ലാ ക്ഷേത്രങ്ങളിലും അനുഭവപ്പെടുന്നത്. നമുക്ക് പുത്തൻപുലരിയിലെ പ്രധാന വാർത്തകളിലേക്ക് പോകാം. പ്രധാന വാർത്ത ഇന്ന് കർക്കിടക വാവു ബലി. പിതൃതർപ്പണത്തിന് 10,000. പ്രധാന ക്ഷേത്രങ്ങളിലടക്കം വൻ തിരക്ക്. പുതിയ ദേശീയ സഹകരണ നയം ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിക്കും. ലക്ഷ്യം പുനരുജ്ജീവനവും ആധുനികവൽക്കരണവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK-യിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമറുമായി കൂടിക്കാഴ്ച. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കും. ഊർജ, പ്രതിരോധ, വ്യവസായ കാര്യങ്ങളും ചർച്ചയാകും. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന വീണ്ടും സമരരംഗത്തേക്ക്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ സത്യഗ്രഹ സമരം. നീതി ഉറപ്പാക്കും വരെ തുടരുമെന്ന് സമരസമിതി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കനത്ത കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. ആദ്യ ദിനം 4 വിക്കറ്റിന് 264 റൺസ്. ജയ്സ്വാളിനും സായ് സുദർശനും അർദ്ധ സെഞ്ചുറി. ബാറ്റിംഗിനിടെ ഋഷഭ് പന്തിന് പരുക്ക്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കർക്കിടകം 8 വാവു ബലി ദിവസമാണ്. പിതൃതർപ്പണത്തിന് ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ്. തലസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊന്നായ തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ പിതൃതർപ്പണത്തിന് പ്രതീക്ഷിക്കുന്നത് 10,000-ങ്ങളെയാണ്. ഇപ്പോൾ തന്നെ വലിയ തിരക്കാണ് അവിടെ. ക്ഷേത്രത്തിലെത്തി പിതൃതർപ്പണം പൂർത്തിയാക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കുന്നതോടൊപ്പം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ തന്നെ എല്ലാ ദിവസവും പിതൃതർപ്പണത്തിന് നിരവധി പേർ എത്തുന്ന ഇടമാണ്. ഇന്ന് വാവുബലി ദിവസമാണ്. അവിടെ തിരക്കെങ്ങനെ, പിതൃതർപ്പണ ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഐതിഹ്യമുറങ്ങുന്ന, ഏറ്റവും പുരാണ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. ക്ഷേത്ര സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളും നിരവധിയാണ്. എന്തായാലും അത്തരം
ഐതിഹ്യങ്ങൾക്കും ഒക്കെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രതിതർപ്പണ ദിവസവും തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നായി കണക്കാക്കുന്നത്, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നായി കണക്കാക്കുന്നത് തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം തന്നെയാണ്. ഇപ്പോൾ അവിടെ പല ഇടങ്ങളിലായി, അതായത് 8, 9, 10 മണ്ഡപങ്ങളിലായി ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോഴുള്ളത് കടവിനോട് ചേർന്നുള്ള ഒരു ചെറിയ ബലിതർപ്പണ മണ്ഡപത്തിലാണ്. ഇവിടെയും ഒരു 100ഓളം പേർ ഒരേ സമയം ബലിതർപ്പണം നടത്തുന്നുണ്ട്. മറ്റ് മണ്ഡപങ്ങളിലും സമാനമായ രീതിയിൽ നിരവധി ആളുകൾ ഉണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് ഇവിടെ ക്ഷേത്ര പരിസരത്ത് മഴ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും കർക്കിടക വാവ് ബലിയാണ്, ആ ദിവസം മഴയൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികവുമാണ്. എന്തായാലും ചടങ്ങുകൾ ഒരു തടസ്സവുമില്ലാതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പുലർച്ചെ മുതൽ തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്കൊപ്പം ഈ പ്രദേശത്തേക്കുള്ള ഗതാഗത നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ആരംഭിച്ച ഗതാഗത നിയന്ത്രണം ഇന്ന് ഉച്ച വരെ നീളുമെന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആളുകളുടെ ഒരു ക്ഷേത്രത്തിലെ വഴിയൊക്കെ തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലാവും, ക്ഷേത്രത്തിലേക്കുള്ള വഴിയൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ വാഹനങ്ങളിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഗതാഗത തടസ്സം രൂക്ഷമാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് വാഹനങ്ങൾക്കൊക്കെ വളരെ ദൂരത്ത് വെച്ച് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഒരു കുറച്ച് പരിധിയിലേക്ക് വാഹനങ്ങളൊന്നും കടത്തിവിടാത്തൊരു സാഹചര്യമാണുള്ളത്. അങ്ങനെ വളരെ കാര്യക്ഷമമായി തന്നെ ഇവിടെ ഇപ്പോൾ ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. ഓരോ ഈ പ്രധാനപ്പെട്ട പൂജാരികൾ ഓരോ ബലിമണ്ഡപ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ മന്ത്രങ്ങൾ ഓതിക്കൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ ഏത് രീതിയിലാണോ ഈ ചടങ്ങുകൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബലിതർപ്പണം നടത്തേണ്ടത് അതൊക്കെ കൃത്യമായി മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഈ മണ്ഡപത്തിൽ മാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ എല്ലാ മണ്ഡപങ്ങളിലും ഈ രീതിയിലുള്ള ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. ഒരു ഭാഗത്താകട്ടെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നു, മറുഭാഗത്ത് ബലിതർപ്പണ ചടങ്ങുകൾ കഴിഞ്ഞ് ക്ഷേത്ര ദർശനത്തിനായി ബാരിക്കേഡുകൾ നിൽക്കുന്നവരുണ്ട്. മറ്റൊരു ഭാഗത്ത് ആളുകൾ കൂടുതലായി ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പുലർച്ചെ മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ വർക്കല പാപനാശം തീരത്തും സമാനമായ രീതിയിൽ വലിയ തിരക്കിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണരാജ്, ഈ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ബലി നടക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ക്രമീകരണങ്ങളൊക്കെ അവർക്ക് പതിവായ ഒരു കാര്യമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലായിരിക്കാം. കാരണം തിരക്ക് കൃത്യമായി കൈകാര്യം ചെയ്യാൻ ക്ഷേത്ര കമ്മിറ്റിക്കോ അവിടെ ഉള്ളവർക്കോ ഒക്കെ സാധിക്കുന്നുണ്ടാവും അല്ലേ? കുറച്ച് പുഷ്പമെടുത്ത് അങ്ങനെ തന്നെയാണ്. കാരണം ക്ഷേത്ര കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ പോലീസ് സംവിധാനത്തിനോ മറ്റ് സംവിധാനങ്ങൾക്കോ അധികൃതർക്കോ ഒന്നും ഇതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം ഇപ്പോൾ സംഖ്യ ഒരു ദിവസം 10,000 പേരെങ്കിലും എത്തുമെങ്കിലും മറ്റു ദിവസങ്ങൾ കാര്യങ്ങളെത്തി ബലിതർപ്പണം നടത്തി മടങ്ങുന്ന ഒരു ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ബലിതർപ്പണത്തിലുള്ള സൗകര്യമുണ്ട്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അനേകായിരങ്ങൾ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്താറുമുണ്ട്. കർക്കിടക വാവ് ദിനം ബലിതർപ്പണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ടാണ് ഇത് തിരക്ക് കൂടുതലെന്ന് മാത്രം. എന്തായാലും വലിയ വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ക്ഷേത്രത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത തന്നെ പറയുമ്പോൾ കേരളത്തിലെ ഏക പരശുരാമ സ്വാമി ക്ഷേത്രം എന്നൊക്കെ വിലയിരുത്തപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വസിച്ചു പോരുന്ന തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തന്നെ ഒരു യോദ്ധാവിന്റെ രൂപത്തിലുള്ള കൈകളിൽ മഴുവേന്തിയ പരശുരാമ സ്വാമിയാണ്. അങ്ങനെ അത്രയും പ്രാധാന്യമുള്ള പരശുരാമ സങ്കല്പവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അതിൽ ഇപ്പോൾ പരശുരാമ സ്വാമി സ്വന്തം അമ്മയോട് ബലിയിടുന്നതും ഈ ക്ഷേത്രത്തിലാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ വില്ലുമംഗല സ്വാമിയാർ ക്ഷേത്രം സ്ഥാപിച്ചതാണ് എന്നുള്ള ഒരു വിശ്വാസവും ഒരു ചരിത്രവും ഒക്കെ നിലനിൽക്കുന്നുമുണ്ട്. അങ്ങനെ ഈ കടവും പ്രധാനപ്പെട്ടതാണ്. കരമനയാറിന്റെ തീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം എന്നുള്ളതും നിലനിൽക്കുന്നുണ്ട്. ഈ പരശുരാമ സന്നിധിയിൽ ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ ഈ ബലിതർപ്പണം നടത്തിയ ശേഷം ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം കരമനയാറിലാണ് ഈ തർപ്പണം പൂർത്തിയാക്കി കുളിച്ചു മടങ്ങുന്നതുള്ളത്. അങ്ങനെ ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന ഈ ദിവസം ബലിതർപ്പണത്തിലെത്തുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ശരിയാണ് ഇതൊരു പുണ്യമായ ചടങ്ങാണ്. കാരണം ഒരിക്കൽ വ്രതമനുഷ്ഠിച്ച് പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് പിതൃക്കൾക്ക് തർപ്പണം നടത്തുക എന്ന ചടങ്ങ്, അത് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ അതിന് പ്രത്യേകതകൾ ഏറെയുണ്ട് താനും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. ഇനി നമുക്ക് ആലുവ മണപ്പുറത്തേക്ക് പോകാം. അവിടെ കർക്കിടക വാവ് ബലിതർപ്പണം പുരോഗമിക്കുകയാണ്. പുലർച്ചെ മുതൽ പിതൃകർമ്മങ്ങൾ തുടങ്ങി. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഇപ്പോൾ ചേരുന്നു. രേഷ്മ, ഈ ബലിതർപ്പണത്തിനേറെ പേരുകേട്ട ഒരിടം ആലുവ മണപ്പുറം, മഴയുണ്ടോ? എങ്ങനെ പുരോഗമിക്കുന്നു ബലിതർപ്പണ ചടങ്ങ്?
കൃഷ്ണരാജ്, ഇന്ന് പുലർച്ചെ 2:30 തന്നെ ആലുവ ശിവക്ഷേത്രത്തിൽ, അതായത് മണപ്പുറത്ത് ബലിയർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കനത്തൊരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് ഈ കാണുന്ന ആ ഒരു ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ആളുകളാണ് മണപ്പുറത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ചാറ്റൽ മഴയുണ്ട്, നിരന്തരം മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൂടിയും ഇന്നേ ദിവസം ഇവിടെ എത്തി ഈ ഒരു ചടങ്ങ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് കൂടി ആളുകൾ മണപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. ആ ഒരു ഒഴുക്ക് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഒരുക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായിട്ടും ആൽത്തറ റോഡ്, അതോടൊപ്പം തന്നെ നടപ്പാലം വഴി വരുന്ന എല്ലാ ഭക്തർക്കും, അതായത് ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ക്ഷേത്ര പരിസരത്തേക്ക് കടക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഒരേ സമയത്ത് തന്നെ 500ഓളം പേർക്ക് നിന്ന് തൊഴാനായിട്ടുള്ള സൗകര്യമാണ് നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രം മേൽശാന്തിയായിട്ടുള്ള മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചിട്ടുള്ളത്. 61 ബലിത്തറകളാണ് ഇവിടെ ആലുവ മണപ്പുറത്ത് ഒരുക്കിയിട്ടുള്ളത്. ഈ ബലിത്തറകളിലൊക്കെ തന്നെ പുരോഹിതന്മാരുണ്ട്, കാർമ്മികരുണ്ട്. ഇവരാണ് ഈ പറയുന്ന ഭക്തർക്ക് എല്ലാ ക്രമീകരണങ്ങളും എല്ലാ ചടങ്ങുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഈ കടവുകളിൽ ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ മഴയൊക്കെ നിൽക്കുന്നത് കൊണ്ടും പെരിയാറിൽ ജലനിരപ്പ് ഒരു സാധാരണ രീതിയിൽ മഴക്കാലത്ത് കുറച്ചുകൂടി ഉയരാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം കൂടി ഈ കടവുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകളും ഈ എല്ലാ സഹകരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പോലീസുകാർ നിലവിൽ നിയന്ത്രിക്കുന്നത് ഈ ഭക്തരുടെ വരവ്, അതായത് ഇവർക്ക് കൃത്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയും അതോടൊപ്പം തന്നെ പോകുന്ന വഴിയിലും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് പോലീസുകാർ. എന്തായാലും ബലിത്തറകളിലൊക്കെ തന്നെ കനത്തൊരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ പുലർച്ചെ 2:30 മുതൽ ആ ഒരു തിരക്ക് അതേ സ്വഭാവത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഉച്ചവരെ ഈ ഒരു തിരക്ക് നീളുമെന്നാണ് നമ്മൾ ഇവിടെ സംസാരിച്ച സമയത്ത് പലരും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആലുവ ശിവക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ ഒരു കർക്കിടക വാവ് ദിവസം വലിയ രീതിയിൽ ആളുകൾ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് കൂടി ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. കാരണം ഈ ഒരിക്കൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് പിതൃക്കൾക്ക് തർപ്പണം നടത്തി അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഈ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചേരുന്നത്. ആലുവയെ പോലെ തന്നെയാണ് ഈ പെരുമ്പാവൂർ ക്ഷേത്രം. പെരുമ്പാവൂർ ചേലാമറ്റം ക്ഷേത്രത്തിലും സമാനമായിട്ട് ദക്ഷിണകാശി എന്നറിയപ്പെടുന്നതാണ് പെരുമ്പാവൂർ ക്ഷേത്രം. അവിടെയും സമാനമായിട്ട് ബലിതർപ്പണത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുകയും അവിടെ ബലിതർപ്പണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും ആയിരങ്ങൾ തന്നെയാണ് ബലിയർപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഭക്തരുടെ ഒഴുക്ക് അത് ഒരു ഉച്ചവരെ കൃത്യമായിട്ട് ഇതേപടി തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓരോ ബലിത്തറകളിലും നിരന്തരം ഒരു ക്യൂ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. 61 ബലിത്തറകളിലും വലിയ രീതിയിലുള്ള ഒരു കാത്തുനിൽപ്പ്, അല്ലെങ്കിൽ ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം ആളുകൾ ഒഴുകിയെത്തുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. എന്തായാലും ഇവർക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ക്രമീകരണങ്ങളും ഭക്ഷണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവിടെ തന്നെ സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ബാരിക്കേഡുകൾ വെച്ചാണ് ഭക്തരെ നിലവിൽ നിയന്ത്രിച്ചിട്ടുള്ളത്. ഓരോ സമയത്തും, അതായത് പോകാനും ഇറങ്ങാനായിട്ടും വെവ്വേറെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വഴിയും ഒരുക്കിയിട്ടുണ്ട്. ഈ ശിവക്ഷേത്ര പരിസരത്ത് പ്രത്യേകം ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, അതായത് മെറ്റൽ പാകിക്കൊണ്ട്, ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ മണപ്പുറം ഭാഗത്ത് ചെളി നിറഞ്ഞിട്ടുണ്ട്. ഈ ബലിത്തറകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഭക്തർ കടന്നു വരുന്ന സമയത്ത് ഈ ഒരു ചെളി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ആൽത്തറ റോഡ് വഴിയും നടപ്പാലം വഴിയും വരുന്ന ആ ഒരു മെയിൻ റോഡിൽ മെറ്റലൊക്കെ പാകിക്കൊണ്ട് ഈ ചെളിയുടെ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ മണപ്പുറത്ത് ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ഭാഗത്ത് ചെളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എങ്കിലും ഭക്തരുടെ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. ഉച്ചവരെ ഈ ഒരു ഭക്തരുടെ തിരക്ക് തുടരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലെ മറ്റ് ഇടങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലും ഈ സമാനമായിട്ടുള്ള ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കൃഷ്ണരാജ്. ശരി, ആലുവ മണപ്പുറത്ത് വലിയ തിരക്കാണ്. ഉച്ചവരെ നീളും ബലിതർപ്പണ ചടങ്ങുകൾ. മഴ കനത്ത് പെയ്യുന്നുണ്ട്, പക്ഷേ അത് ഒരു തരത്തിലും ബലിതർപ്പണ ചടങ്ങുകളെ ബാധിക്കുന്നുമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. പാലക്കാട് ജില്ലയിലും ബലിതർപ്പണം പുരോഗമിക്കുകയാണ്. കൽപ്പാത്തിപ്പുഴയുടെ തീരം, തേനാരി ശ്രീരാമക്ഷേത്രം, പൂടൂർ അഞ്ചുമൂർത്തി ക്ഷേത്രം തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രധാനമായും ചടങ്ങ് നടക്കുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂറൊപ്പം ചേരുന്നു. അരുൺ,
എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്? ഇപ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്, പക്ഷേ അതൊന്നും ബലിതർപ്പണ ചടങ്ങുകളെ ബാധിക്കുന്നതേയില്ല. അവിടെയും അങ്ങനെയാവും. പാലക്കാട് കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് ഇപ്പോൾ ഈ ബലിതർപ്പണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങ് പുരോഗമിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും തേനാരിയിലെ ശ്രീരാമ ക്ഷേത്രം, അതുപോലെ തന്നെ പൂടൂരിലെ അഞ്ചുമൂർത്തി ക്ഷേത്രം ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങ് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പുഴകളിലും കുളങ്ങളിലും ഒക്കെ ആയിട്ട് ബലിതർപ്പണ ചടങ്ങ് പുരോഗമിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം, ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്നുള്ളത് അത് കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ തീരത്തുള്ള കൽപ്പാത്തിപ്പുഴയിൽ തീരത്താണ് ബലിതർപ്പണം പ്രധാനമായിട്ടും നടക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് കാശിയിൽ പാതി കൽപ്പാത്തി എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള ബലിതർപ്പണ ചടങ്ങുകൾക്കും മറ്റുമൊക്കെ ആളുകൾ ഏറ്റവും അധികം പോകുന്ന ഭാരതത്തിലെ തന്നെ പ്രധാന കേന്ദ്രമാണ് കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം. ആ കാശിയിൽ പോകുന്നതിൻ്റെ പാതി ഫലം അത് കൽപ്പാത്തിയിൽ വന്നാൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥൻ്റെ സമീപത്ത് അവിടെ പുഴയിൽ ബലിതർപ്പണം നടത്തുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഈ കർക്കിടക വാവുബലി ഈ വിശ്വനാഥ സ്വാമിയുടെ തീരത്തുകൂടെ ഒഴുകുന്ന ആ കൽപ്പാത്തി പുഴയിൽ നടത്തി അതിനുശേഷം വിശാലാക്ഷി സമേതനായ വിശ്വനാഥനെ വണങ്ങുക എന്നുള്ളത് തന്നെയാണ് വിശ്വാസികൾ ഓരോരുത്തരും പ്രധാനമായിട്ടും അനുഷ്ഠിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വലിയ തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഇതിനോടകം തന്നെ 1000-ലേറെ ആളുകൾ ഇവിടെ ബലിതർപ്പണം നടത്തി അവർ ഇവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രയേറെ വിശ്വാസികളാണ് ഈ പുലരിയിൽ ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ തീരത്തെ കൽപ്പാത്തി പുഴയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമുക്കറിയാം ഈ കർക്കിടക വാവുബലി എന്നുള്ളത് പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ദേവപൂജ നടത്തിയാലും പിതൃക്കളെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഹിന്ദു മതാചാരപ്രകാരം ഏറ്റവും പ്രധാനമായ കാര്യം. അതുണ്ടെങ്കിൽ മാത്രമേ പിതൃക്കൾക്ക് അവരിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും മറ്റുമൊക്കെ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് വിശ്വാസപരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ആളുകൾ ഈ ദിനത്തിൽ ഇങ്ങനെ ഇവിടേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഇവിടെ ഏതു തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ നടത്തിയിരിക്കുന്നത്? എത്രത്തോളം ആളുകളാണ് വരുന്നത്? എങ്ങനെയാണ്? സാധാരണ കൽപ്പാത്തിയിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ, ഏകദേശം ഒരു 3000-3500ഓളം പേര് ബലിതർപ്പണം ചെയ്യാൻ വരുന്നു എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ 10-15 ദിവസമായിട്ട് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ ക്ഷേത്രം ട്രസ്റ്റി അവർ വളരെ വലിയൊരു മുന്നൊരുക്കമാണ് നടത്തിയിട്ടുള്ളത്. കാരണം ഈ സാഹചര്യം, മഴ, അതുപോലെ തന്നെ മലമ്പുഴ ഡാം തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ വരുന്ന ജനങ്ങളുടെ സുരക്ഷ, അതേപോലെ തന്നെ പ്രകൃതിയുടെ സുരക്ഷ എന്നുള്ള നിലക്ക് വാർഡ് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ക്ഷേത്ര ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ മുഖ്യ കാർമ്മികന്മാർ അവരുമായിട്ടൊരു യോഗം ചേർന്നു. ഈ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ പുഴയിലേക്ക് വരരുത് എന്നുള്ളത് ഇന്നത്തെ ഈ പരിപാടിയിൽ തന്നെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ കഴിഞ്ഞ 10 ദിവസമായി നടക്കുന്നത് ജനങ്ങളും പരിപൂർണമായ സഹകരണമാണ്. കാരണം പിതൃകർമ്മമാണ് നടക്കേണ്ടത്. യാതൊരു തിക്കും തിരക്കും ഇല്ലാതെ വളരെ പുലർച്ചെ 4 മണി തൊട്ട് ഏകദേശം കൽപ്പാത്തി അഗ്രഹാരത്തിൻ്റെ പകുതിയോളം വരുന്ന ഭാഗത്ത് ഏകദേശം ഒരു 12,000 പേര് ക്യൂവിൽ നിൽക്കണം. ഇന്നിപ്പോൾ കാലത്ത് ഒരു 1000-1100 പേരോളം ചെയ്ത് കഴിഞ്ഞു. ഇനിയും ആൾക്കാർ കൽപ്പാത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം വരെ നമ്മൾ തീരുമാനിച്ച പ്രകാരം തന്നെ ഭംഗിയായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹകരണ പോലീസ് പുലർച്ചെ 3:30 മണിയോടുകൂടി എത്തി. അതുപോലെ തന്നെ 5 മണിയോടുകൂടി വരും ഫയർഫോഴ്സുകാരും എത്തി. ആ നിലയ്ക്ക് എല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൽപ്പാത്തിയിലെ ബലിതർപ്പണം നടത്തുക എന്നുള്ളത് കുറച്ചൊരു പ്രാധാന്യമുള്ള കാര്യം കൂടെയാണല്ലേ? തീർച്ചയായിട്ടും. കാശിയിൽ പാതി കൽപ്പാത്തി എന്നറിയപ്പെടുന്ന ശിവന്റെ സന്നിധിയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ സാധാരണഗതിയിൽ തന്നെ സാധാരണ ദിവസങ്ങളിൽ തന്നെ പിതൃകർമ്മങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ശിവന്റെ സന്നിധി ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളെല്ലാം ഈ കൽപ്പാത്തി കാശി വിശ്വനാഥൻ്റെ പ്രതിരൂപമായി കാണുന്ന വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ സന്നിധിയിൽ തന്നെ ഈ കാര്യം ചെയ്യണം എന്നുള്ളതാണ് അവർ എല്ലാവരും കൽപ്പാത്തിയിലേക്ക് എത്തിച്ചേരാൻ കാരണം. തന്നെയാണ്. ഏതായാലും ബലിതർപ്പണ കർമ്മങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒരുപാട് ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണിന്ന് പുലർച്ചെ മുതൽ തന്നെ ഈ കൽപ്പാത്തിയിൽ കാണാൻ സാധിക്കുന്നത്. മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇവിടെ പന്തലും മറ്റുമൊക്കെ ഇട്ട് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ എത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തർപ്പണങ്ങൾ, ബലിതർപ്പണവും മറ്റും നടത്തി പോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ബന്ധപ്പെട്ട ഭാരവാഹികൾ പറഞ്ഞത്. ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി കൂടെ ചേരുന്നുണ്ട്. ഈ രാവിലെ മുതൽ തന്നെ വലിയ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത് അല്ലേ? കാരണം കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു കുറച്ചുകൂടെ അധികം തിരക്ക് നമുക്ക് ആ റോഡിലൊക്കെ നോക്കുമ്പോൾ വലിയ ക്യൂ കാണുന്നുണ്ട്. ഓം നമ ശിവായ. അതെ, ഇപ്രാവശ്യം എപ്പോഴും കൊല്ലം കൂടി വരികയാണ്, തിരക്ക് കൂടി വരികയാണ്. സ്ഥലത്തിന്റെ ഒരു പരിമിതി നമുക്കുണ്ട്. എന്നാലും നമ്മൾ മാക്സിമം ഇന്നലെ തന്നെ എല്ലാ ക്രമീകരണങ്ങളിലും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ആൾക്കാർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുക, പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഫയർഫോഴ്സ് ഭാഗത്തു നിന്ന് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബന്ദോബസ്താക്കിയിട്ടാണ് ഇന്നലെ ചെയ്തിരിക്കുന്നത്. ആൾക്കാർ ഇപ്രാവശ്യം കൂടുതലുണ്ട്. മാക്സിമം നമ്മൾ പറ്റുന്നത്ര ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ നോക്കേണ്ടത് നമ്മുടെ അമ്പലത്തിനകത്ത്. എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഏതായാലും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നടത്തി വിശ്വാസികൾക്ക് സുഗമമായി തന്നെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് അവരുടെ പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ക്ഷേത്രം ട്രസ്റ്റി ഉൾപ്പെടെ പറയുന്നത്. ഇപ്പോൾ ഏതായാലും ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് ദൂരത്താണ് ആളുകളുടെ തിരക്ക്, ക്യൂ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുഴയിൽ നല്ല ഒഴുക്കുണ്ട്. കൽപ്പാത്തി പുഴയിൽ, ഇത് മലമ്പുഴ ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ മഴ നന്നായി പെയ്യുന്നത് കൊണ്ടും പുഴയിൽ നല്ല ഒഴുക്കും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ കൂടുതൽ പുഴയിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കുന്നതിന് വേണ്ടി അവിടെ അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചയും ഉണ്ട്. ഏതായാലും ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം പിതൃതർപ്പണം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൽപ്പാത്തി ക്ഷേത്രത്തിൽ നിന്ന് ഒപ്പം ചേരുകയായിരുന്നു അരുൺ ആലത്തൂർ. അവിടെ വലിയ തിരക്കാണ്, നീണ്ട നിരയാണ് ബലിതർപ്പണത്തിനായി ഉള്ളത്. അരുൺ ആലത്തൂരാണ് ഒപ്പം ചേർന്നത്. അപ്പോൾ തിരുവനന്തപുരം പരശുരാമസ്വാമി ക്ഷേത്രവും ആലുവ മണപ്പുറവും പാലക്കാടും കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ണൂരിലേക്ക് പോകുന്നു. കണ്ണൂരിൽ വിവിധ ക്ഷേത്രങ്ങളിലും പയ്യാമ്പലം കടപ്പുറത്തും പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുകയാണ്. സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, പറയൂ. പയ്യാമ്പലം കടപ്പുറത്താണുള്ളത്. ഇവിടെ വലിയ തിരക്ക് തന്നെ നമുക്ക് ഈ പിതൃതർപ്പണ ചടങ്ങുകളോടനുബന്ധിച്ച് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും എത്രത്തോളം തിരക്ക് ഈ പയ്യാമ്പലം കടപ്പുറത്ത് ഇപ്പോൾ ദൃശ്യമാകുന്നു എന്നുള്ളതാണ്. വലിയ തിരക്ക് തന്നെ കാണുന്നു. നീണ്ട നിര തന്നെ രാവിലെ ഏതാണ്ട് 3:30 തന്നെ ഈ ഒരു ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. സേവാഭാരതി ഉൾപ്പെടെയുള്ള വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പിതൃതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതേസമയം കാലാവസ്ഥ ഒരു പ്രതികൂലമായൊരു സാഹചര്യമാണുള്ളത്. കാരണം വലിയ മഴയുണ്ട്, കടൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകൾക്ക് ശേഷം കടലിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് ശക്തമായ നിർദ്ദേശമുണ്ട്. വലിയ ഒഴുക്കുള്ള ഭാഗത്തേക്ക് അല്ലെങ്കിൽ വലിയ തിരകൾ വരാൻ സാധ്യതയുള്ള ഭാഗത്തേക്ക് കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും അപകടം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ അധികൃതർ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കൃത്യമായി സേവാഭാരതിയുടെ വളണ്ടിയേഴ്സ് ഉൾപ്പെടെ ഈ ഒരു ഭാഗത്തുണ്ട്. അവരെല്ലാം തന്നെ സഹകരണങ്ങളുമായി ഈ ഒരു ഭാഗത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ഓരോ ബാച്ച് തിരിച്ചുകൊണ്ടാണ് ഈ ഒരു ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരു ബാച്ചിൻ്റെ ചടങ്ങുകൾ, പിതൃതർപ്പണ ചടങ്ങുകൾ കഴിഞ്ഞ് പിണ്ടം കടലിലിറക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഓരോ ബാച്ചായി തിരിഞ്ഞുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ചടങ്ങുകൾ പൂർത്തീകരിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേവാഭാരതി ഉൾപ്പെടെ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ പയ്യാമ്പലം കടപ്പുറത്ത് ഇത്തരമൊരു സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും അടക്കമുള്ള സേനാ വിഭാഗങ്ങളും ഈ കടലിനോട് ചേർന്ന് ഈ ആളുകൾ കടലിലിറങ്ങുന്ന ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ
വലിയ അടിയൊഴുക്കുള്ള ഭാഗത്തേക്ക്, തിരകൾ കൂടുതലുള്ള ഭാഗത്തേക്ക് ഇറങ്ങരുതെന്നൊരു കർശനമായൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ഈ പിതൃതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 11 മണി വരെ ഈ ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പുലർച്ചെ 3:30 ആരംഭിച്ച ഈ ഒരു പിതൃതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ ആയിരങ്ങൾ നിലവിൽ ഈ ഒരു തർപ്പണ ചടങ്ങുകൾ നിർവഹിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട്. വലിയ തിരക്ക് തന്നെയാണ് പയ്യാമ്പലം കടപ്പുറത്ത് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. കൃഷ്ണരാജ്. ശരി, പയ്യാമ്പലത്ത് നിന്നൊപ്പം ചേർന്നത് മിഥുൻ പിള്ളയാണ്. കൊല്ലം ജില്ലയിലെ ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വലിയ തിരക്കാണ് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുന്നത്. കൊല്ലം തിരുമുല്ലാവാലം ക്ഷേത്രത്തിലും ചടങ്ങുകൾ പുരോഗമിക്കുന്നു. എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, അവിടെ എങ്ങനെ? കൃഷ്ണരാജ്, വലിയ തിരക്ക് തന്നെയാണ് പുലർച്ചെ മുതൽ അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ തിരുമുല്ലവാരം ക്ഷേത്രത്തിന് സമീപമാണ്. അതായത് നിരവധി ബലിതർപ്പണ മണ്ഡപങ്ങളുണ്ട് ഇവിടേക്ക് ജില്ലയിൽ നിന്നും പുറത്തു നിന്നുമൊക്കെയുള്ള നിരവധി പേർ ബലി അർപ്പിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ കടൽ തീരമാകെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പുലർച്ചെ മുതൽ ഈ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡിലൊക്കെ കൃത്യമായ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിൽ ഇത്രയധികം ആളുകൾ, അതായത് തങ്ങളുടെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് അവർക്ക് ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നതാണ്. കൊല്ലം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട, കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഈ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുമുല്ലവാരം. ഇവിടെയുള്ള ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോരുത്തരും അങ്ങനെ ഈ ബലിതർപ്പണ കർമ്മങ്ങളിൽ കഴിഞ്ഞ് ഇപ്പോൾ ഈ തീരത്തേക്കെത്തി ഈ ബലി അർപ്പിച്ച ശേഷമുള്ള ഇത് സമർപ്പിക്കുകയാണ്. ഈ ഇവിടെ മുങ്ങി കുളിച്ചതിന് ശേഷമാണ് ഓരോരുത്തരും പോയി തിരികെ മടങ്ങുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധിയായിട്ടുള്ള, അതായത് ഈ കർമ്മങ്ങൾ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളാണ്. അവരൊക്കെ തന്നെ അവിടെ ഇട്ടിരുന്ന നാക്കിലയുമായി അവർ തലയിൽ വച്ചുകൊണ്ട്, അതായത് കർമ്മങ്ങൾ പൂർത്തീകരിച്ച് തലയിൽ വെച്ചുകൊണ്ട് അത് സമർപ്പിക്കുകയാണ്. എന്തായാലും ബലിതർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് സങ്കല്പമാണ്. അതായത് ഈ ബലിതർപ്പണത്തിൻ്റെ കർമ്മങ്ങളിൽ നമ്മൾ ആകൃഷ്ടരാകുമ്പോൾ, അതിൽ കർമ്മങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ പിതൃക്കളെ സ്മരിക്കുന്നതാണ്. ഈ പൂർവികരെ നമ്മൾ സ്മരിക്കുന്നു, ആ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരുന്നു. അത്തരത്തിൽ ഈ സങ്കല്പിക്കുന്നത് അതീവ പ്രാധാന്യമുള്ള ഈ ബലിതർപ്പണം, ഈ സങ്കല്പത്തിൻ്റെ ദൃഢതയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പിതൃക്കൾ ബലി സ്വീകരിക്കുന്നതെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആണ് ഓരോരുത്തരും അങ്ങനെ ബലി അർപ്പിക്കുന്നത്. ഓരോ തവണയും ഇവിടെ ഈ വലിയൊരു തിരക്ക് അനുഭവപ്പെടും. ഇവിടെ അത്രയധികം പേരാണ് ഈ ഒരു ദിവസം എത്തിച്ചേരുന്നത്. അതിലൊക്കെ തന്നെ ഈ ദിവസം എന്നും തിരുമുല്ലവാരത്തെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക ബാവ് ബലി എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ദിവസം തന്നെയാണ്. കൊല്ലം ജില്ലയിലാകമാനം തന്നെ ഈ ഇങ്ങോട്ടുള്ള ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ നമുക്ക് മനസ്സിലാകും. ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ തന്നെ ഒരു അത്തരത്തിലൊരു നടന്നൊക്കെ മാത്രമേ ഈ ക്ഷേത്രത്തിന് അരികിലേക്കൊക്കെ എത്താൻ സാധിക്കുള്ളൂ, ഏറെ ദൂരം. എന്തായാലും ഇന്ന് ഈ കർക്കിടക വാവ് അതിൻ്റെ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്ന നിരവധി ആളുകളാണ്. അവരൊക്കെ തന്നെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് അവരുടെ മോക്ഷത്തിനായി ഈ വാവ് ബലി ദിവസത്തിൽ ഇവിടെ ബലിയർപ്പിക്കുന്നതാണ്. അതിന് ആദ്യ ഘട്ടത്തിൽ ഇവിടെ എത്തി ദേവസ്വം ബോർഡ് പ്രത്യേകം ഈ മണ്ഡപങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ഈ ബലിതർപ്പണത്തിനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവരെത്തി ഇവിടെ റെസിപ്റ്റ് എടുത്ത ശേഷം ഓരോരുത്തരും അങ്ങനെ വരിയായി ഇരുന്നു കൊണ്ട് മന്ത്രോച്ചാരണങ്ങളോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം ഈ ബലി അർപ്പിക്കുന്നു. ഈ കടലിലേക്ക് ഈ നാക്കിലയിലുള്ള എള്ളും ദർഭയും അതൊക്കെ ആ ഉരുളയുമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒഴുക്കുകയാണ്. അതിനൊക്കെ തന്നെ പ്രധാനമായും ഈ നാക്കില മുന്നിലിട്ട് നിലവിളക്ക് കത്തിച്ച് അതിൽ എള്ളും വെള്ളവും അതോടൊപ്പം തന്നെ പൂവും അരിയും ഒക്കെയായി അങ്ങനെ ആ ബലിതർപ്പണത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നേരത്തെ ഇവിടെ സജ്ജീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും തയ്യാറായിരുന്നു. ഇന്ന് പുലർച്ചെ മുതലാണ് ആരംഭിച്ചത്. പുലർച്ചെ, അതായത് ആദ്യം
ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി ബലിയർപ്പിച്ച് മടങ്ങുവാനാണ് കൂടുതലായും ശ്രമിക്കുന്നത്. അതായത് കൂടുതൽ സമയമായി കഴിഞ്ഞാൽ വലിയ തിരക്ക്, ഇതിലും വലിയ തിരക്കാണ് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വ്രതം നോറ്റ് പുലർച്ചെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി ഈ ബലിയർപ്പിച്ച് മടങ്ങുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം വരിയായി നിൽക്കുന്ന ഈ വരി എന്ന് പറയുന്നത് ബലിതർപ്പണ മണ്ഡപത്തിലേക്കുള്ള വരിയാണ്. ഇവിടെ നിന്നും മുങ്ങി, അതായത് ആദ്യം മുങ്ങി നനഞ്ഞ ശേഷം നേരെ മണ്ഡപത്തിലേക്ക് പോയി അവിടെയാണ് മറ്റ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബന്ധുക്കളും, അതായത് ബലിയർപ്പിക്കുന്നവരുടെ ബന്ധുക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും മറ്റ് മെഡിക്കൽ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലടക്കം ഇവിടെ സേവന പ്രവർത്തനങ്ങളും, സേവാഭാരതി അടക്കമുള്ള സംഘടനകളുടെ സേവന പ്രവർത്തനങ്ങളും ഇവിടെയുണ്ട്. എന്തായാലും ഈ ഒരു ദിവസം അത് കർക്കിടക വാവ് ബലിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാകമാനമുള്ള ഈ ക്ഷേത്രങ്ങളിൽ, അത് തിരുവനന്തപുരത്ത് പരശുരാമ ക്ഷേത്രത്തിലായാലും തിരുമുല്ലവാരത്ത് ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിലായാലും ഒക്കെ ഇത്തരത്തിൽ ബലിയർപ്പിക്കുവാൻ പതിനായിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലും അതോടൊപ്പം അവിടെയുള്ള തീരങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ബലിയർപ്പിക്കുവാനുള്ള കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ബലിമണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് അവർക്ക് മോക്ഷം ലഭിക്കുവാൻ, മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഓരോ കർക്കിടക വാവ് ബലിക്കും എത്തുന്ന നിരവധി ആളുകളുണ്ട്. അതൊക്കെ തന്നെയാണ് ആ വിശ്വാസം. എല്ലാ തവണയും തങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഉരുള നൽകുവാൻ, അവർക്ക് വേണ്ട മോക്ഷത്തിനും അവർക്ക് വേണ്ട ഒരു ഭക്ഷണം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ബലിതർപ്പണത്തിനെ കാണാൻ സാധിക്കും. കാരണം അത്തരത്തിൽ നമ്മുടെ പൂർവികരായിട്ടുള്ളവർക്ക് ഒരു അന്നം നൽകുക എന്നുള്ളതും ഇതിൻ്റെ ഒരു സങ്കല്പം തന്നെയാണ്. എന്തായാലും ഈ തീരത്തൊഴുക്കുന്ന നാക്കിലയിലും അതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ മണ്ഡപത്തിൽ നിന്നും തലയിൽ ചുമന്നു കൊണ്ടുവരുന്ന, കൊല്ലം ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വലിയ തിരക്കാണ് എല്ലാ ക്ഷേത്രങ്ങളിലും അനുഭവപ്പെടുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും നിരവധി പേർ ബലിതർപ്പണത്തിനായി എത്തുന്നു. കൊല്ലം തിരുമുല്ലാവാരം ക്ഷേത്രത്തിൽ നിന്ന് മനോജാണ് വിവരങ്ങൾ നൽകിയത്. കൊടുങ്ങല്ലൂർ ആല ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പുലർച്ചെ തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ആയിരങ്ങളാണ്. തൃശൂർ ആറാട്ടുപുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ബലിതർപ്പണത്തിന് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പുചേരുന്നു. സാനു, ഇതുവരെ ഏതൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ പോയോ അവിടെ എല്ലാം മഴയുണ്ട്, പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന തിരക്കാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിതൃക്കളെ ഓർത്തെടുത്ത് അവരെ അനുസ്മരിച്ച് അവർക്ക് തർപ്പണം നടത്തുന്ന ചടങ്ങ് പുരോഗമിക്കുകയാണ്. തൃശ്ശൂരോ? കൃഷ്ണാജി, തീർച്ചയായിട്ടും മറ്റ് സ്ഥലങ്ങളിലെ പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും നല്ല തിരക്കാണ് രാവിലെ മുതൽ പിതൃതർപ്പണത്തിനായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് തൃശ്ശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ്. ഒപ്പം തന്നെ നല്ല മഴയും ഇവിടെ ഉണ്ട്. ഈ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് വലിയ ഒരു ഭക്തരുടെ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ കൊടുങ്ങല്ലൂരിലുള്ള ആല എന്ന ക്ഷേത്രത്തിലാണുള്ള ആല ശങ്കരനാരായണ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഭക്തർ അല്ലെങ്കിൽ ഈ വിശ്വാസികൾ ക്യൂ നിൽക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം, അതേപോലെ തന്നെ ആറാട്ടുപുഴ ക്ഷേത്രത്തിലും വലിയ ഭക്തജന തിരക്ക്. അതായത് പുലർച്ചെ മുതൽ ഈ ആറാട്ടുപുഴയിലടക്കം വലിയ ഭക്തജന തിരക്കാണ് നമ്മൾക്ക് ദൃശ്യമായിട്ടുള്ളത്. അതായത് മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് ഈ ബലിതർപ്പണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആല ശങ്കരനാരായണ ക്ഷേത്രത്തിലെ വിശ്വാസികൾ ബലിതർപ്പണം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുലർച്ചെ 4:30 തന്നെ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, ആ ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോഴും നിരവധി ഭക്തർ, നിരവധി ആളുകൾ ഈ ക്ഷേത്ര പുറത്ത് ഈ റോഡിലടക്കം ഈ ക്ഷേത്ര ദർശനത്തിനും ഒപ്പം തന്നെ ഈ ബലിതർപ്പണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതിനുശേഷം ഈ ബലിതർപ്പണത്തിന് ശേഷം ക്ഷേത്ര ദർശനത്തിനും വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൊടുങ്ങല്ലൂരിന്റെ വിവിധ ക്ഷേത്രങ്ങളിലും വിവിധ ഭാഗങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സമാന നിലയിൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും സമാന നിലയിൽ തന്നെ ബലിതർപ്പണത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പം നിൽക്കുന്ന ക്ഷേത്രത്തിലും ഈ ബലിതർപ്പണ ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ ക്യൂ അവസാനിക്കും വരെ തുടരും. തൃശ്ശൂരിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്. വടക്കൻ കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ വരക്കൽ, കടപ്പുറം,
വെള്ളയിൽ കടപ്പുറം എന്നിവിടങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നുണ്ട്. ദിസ്ന, എല്ലായിടത്തും വലിയ തിരക്കാണ്. അതുതന്നെയാണ് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു വരുന്നതും. ബലിതർപ്പണ ചടങ്ങുകൾ അവിടെ എങ്ങനെ? തീർച്ചയായും കൃഷ്ണരാജ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വരക്കൽ ബലിതർപ്പണ ഭൂമിയിലാണ്. ഇവിടെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പ്രധാനമായും ഇന്നലെ വൈകുന്നേരം മുതൽ 3 മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും 4 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് ഇത്തരത്തിൽ ഇന്നലെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുള്ളത്. കോഴിക്കോട് വരക്കൽ കടപ്പുറത്ത് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര യോഗത്തിന്റെയും വരക്കൽ ദുർഗാദേവി ക്ഷേത്രത്തിന്റെയും വരക്കൽ ബലിതർപ്പണ സമിതിയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിൽ ശ്രേഷ്ഠാചാര്യ സഭയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വിവിധ അതായത് കോഴിക്കോട് നിന്ന് മാത്രമല്ല, കോഴിക്കോടിന് പുറത്തു നിന്നും നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സവിശേഷത. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 365 ദിവസം ബലിതർപ്പണം നടക്കുന്ന ഒരു ഭൂമിയാണ് ഈ വരക്കൽ ബലിതർപ്പണ ഭൂമി എന്നത്. വലിയ മഴയുണ്ട്. ഈ മഴയൊക്കെ തന്നെയും അവഗണിച്ചുകൊണ്ടാണ് ഈ പിതൃപുണ്യം തേടി ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നത് തന്നെയാണ്. 1 ലക്ഷം പേരാണ് കഴിഞ്ഞ വർഷം ഇവിടെ ബലിതർപ്പണം നടത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് 1.5 ലക്ഷത്തിലധികം പേരെ പ്രതീക്ഷിക്കുകയാണ്. ചുക്കുകാപ്പി ഉൾപ്പെടെയുള്ള സൗകര്യം, അതായത് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ചുക്കുകാപ്പി വിതരണം ഉൾപ്പെടെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടേക്കുള്ള ഗതാഗതങ്ങൾ, അതായത് വാഹനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിച്ചിട്ടുണ്ട്. പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലൊരു കാലാവസ്ഥ, അതായത് കടൽ പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കടലിൽ ഇറങ്ങി കുളിക്കരുത് എന്നൊരു നിർദ്ദേശവും കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കൃഷ്ണരാജ്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ജനത്തിരക്ക് ഈ പിതൃപുണ്യം തേടി ഇവിടെ ബലി ഇടുവാൻ വേണ്ടി ആളുകൾ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ മഴയും പെയ്യുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇന്നലെ വൈകുന്നേരം 4 മണി മുതൽ ഈ ചടങ്ങുകൾ ആരംഭിച്ചു. ഇന്ന് 12 മണി വരെ ഈ ചടങ്ങുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് സംഘാടകരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമല്ല, ജില്ലയ്ക്ക് പുറത്തു നിന്നും നിരവധി ആളുകൾ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തുന്നു എന്നത് തന്നെയാണ് സവിശേഷത. അതോടൊപ്പം തന്നെ 365 ദിവസവും ഇവിടെ ഈ ബലിതർപ്പണ ഭൂമിയിൽ പിതൃപുണ്യം തേടി ആളുകൾ എത്താറുണ്ട്. എന്തായാലും ഈ കർക്കിടക വാവുബലി പ്രമാണിച്ച് വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കൃഷ്ണരാജ്. നമ്മൾ നേരത്തെ തിരുവല്ലം ക്ഷേത്രത്തിൽ പോയപ്പോഴും ഇത് തന്നെയാണ്. പതിവായി ബലി അർപ്പിക്കുന്ന ഇടങ്ങളിൽ സൗകര്യങ്ങൾ പ്രത്യേകം ഒരുക്കേണ്ടി വരില്ല. മാത്രമല്ല, അത് പതിവായതുകൊണ്ട് തന്നെ അതൊരുക്കുന്നവർക്ക് വലിയ പ്രയാസവും ഉണ്ടാകില്ല. അപ്പോൾ കൃത്യമായ ഇടം കിട്ടുന്നുണ്ട് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം. തീർച്ചയായും കൃഷ്ണരാജ്, വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷത്തിലധികം പേർ ഇവിടെ എത്തിയിരുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രവർത്തകൻ ചേരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമല്ലേ ഉണ്ടാവാറ്? എല്ലാ വർഷവും നല്ല പങ്കാളിത്തം ഉണ്ടാവും. എല്ലാ വർഷവും നല്ല പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ചുക്കുകാപ്പി ഉൾപ്പെടെയുള്ള വിതരണം, ഹിന്ദുകാപ്പി ഇന്നലെ 4 മണി മുതൽ ചുക്കുകാപ്പി വിതരണമുണ്ട്. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അങ്ങനെ ചുക്കുകാപ്പി വിതരണം. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ആളുകൾ കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം 2 ദിവസമായിരുന്നു, ഇപ്രാവശ്യം 1 ദിവസമാണ്. ആളുകൾ ഈ വർഷം വളരെ കൂടുതലാണ്. കടലിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് കടലിലേക്ക് ഇറങ്ങാതിരിക്കാൻ. തീർച്ചയായും കൃഷ്ണരാജ്, ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ഇന്നലെ വൈകുന്നേരം മുതലാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുള്ളത്. 3 മണിക്ക് രജിസ്ട്രേഷൻ പൂർത്തിയായി 4 മണി മുതൽ ഈ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഈ വരക്കൽ ബലിതർപ്പണ ഭൂമിയിൽ അനുഭവപ്പെടുന്നത്. 365 ദിവസം ഇവിടെ ഇത്തരത്തിൽ ബലിതർപ്പണം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കർക്കിടക വാവ് ബലിയിൽ കൂടുതൽ ആളുകൾ എത്തുന്നു എന്ന് മാത്രമാണ് ഇവിടുത്തെ ഒരു സവിശേഷതയായി പറയേണ്ടത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമല്ല, ജില്ലയ്ക്ക് പുറത്തു നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഈ വരക്കൽ ബലിതർപ്പണ ഭൂമിയിലേക്ക് ആളുകൾ എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത. വിവിധ വിവിധ ആളുകളുടെ നേതൃത്വത്തിൽ, മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠാചാര്യ സഭയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. വലിയ രീതിയിൽ മഴ
മഴയും ഈ പ്രദേശത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കടലിലേക്ക് ഇറങ്ങുന്നതിലൊക്കെ തന്നെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ, അതായത് ഒരു 9 മണിയോടുകൂടി വലിയ തിരക്ക് അനുഭവപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു 12 മണി വരെ ഇത്തരത്തിൽ തിരക്കുണ്ടാവും എന്ന് തന്നെയാണ് ഈ സംഘാടകരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി, കോഴിക്കോട്ടെ ബലിതർപ്പണ ചടങ്ങുകളുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇടത്തേക്ക്. വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിൽ രാവിലെ 4 മണി മുതൽ ബലിയിടൽ കർമ്മം ആരംഭിച്ചു. പാപനാശിനിയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി അർജുൻ PS ഒപ്പുചേരുന്നു. അർജുൻ, ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഏറ്റവും പേരുകേട്ട ഇടത്താണിപ്പോൾ അർജുൻ നിൽക്കുന്നത്. കൃഷ്ണരാജ്, അത്തരത്തിൽ തന്നെയാണ് ഈ ബലികർമ്മങ്ങൾക്ക് വലിയ പേരുകേട്ട ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. നമുക്ക് ഇതിലെ ഐതിഹ്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി എന്ന് പറയുന്നത്. ശ്രീരാമൻ വനവാസക്കാലത്ത് തന്റെ അച്ഛൻ മരിച്ചതറിഞ്ഞതിന് ശേഷം ഇവിടെ വന്നാണ് ബലിയിട്ടത് എന്നുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്ന ക്ഷേത്രമാണ് ഇത്. മാത്രമല്ല പരശുരാമൻ ഇവിടെ വന്ന് ബലിയർപ്പണം ചെയ്തു എന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട്. അത്തരത്തിൽ വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഓരോ വർഷവും നിരവധി ജനങ്ങളാണ് ഇവിടേക്ക് ബലിതർപ്പണവുമായി എത്തുന്നത്. ഇക്കൊല്ലവും അത്തരത്തിൽ തന്നെയാണ്. വലിയ നീണ്ട ക്യൂ ആണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും വലിയ തിരക്ക് വരുമ്പോൾ ഈ പോലീസ് സന്നാഹമൊക്കെ കൃത്യമായി തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാപനാശിനി, അതായത് ഈ ഒരു പാപനാശിനിയിൽ വന്ന് കുളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടി ബലി അർപ്പിക്കുകയാണെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടും എന്നുള്ള ഒരു വിശ്വാസമാണുള്ളത്. മാത്രമല്ല മറ്റുള്ളവർ ഇവിടെ എത്തി ഇവിടെ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ പാപങ്ങളൊക്കെ കഴുകിക്കളി ഈ ഒരു നദി ഈ ഒരു പാപനാശിനി കഴുകിക്കളയും എന്നുള്ള ഒരു വിശ്വാസവുമുണ്ട്. ഗംഗയിൽ കുളിക്കുമ്പോൾ എങ്ങനെയാണോ തങ്ങൾക്ക് ആശ്വാസം ലഭിക്കുക അല്ലെങ്കിൽ മോശം ലഭിക്കുക, അതേ മോശം തന്നെയാണ് ഇത്തരത്തിൽ ഈ പാപനാശിനിയും ലഭിക്കുക എന്നുള്ള ഒരു വിശ്വാസമാണ് തിരുനെല്ലിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കർണാടക തമിഴ്നാട് അതിർത്തികൾ പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകളാണ് ഈ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്തുക. ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ആരാധന നടത്തിയിരുന്നു. ഏത് വർഷമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു വർഷം നമുക്ക് പറയാൻ കഴിയില്ല. അത്ര കൃത്യമായിട്ടുള്ള ഒരു വർഷം ഇതുവരെയും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ആ ക്ഷേത്രത്തെ പ്രധാനപ്പെട്ട വസ്തുത. ഇത് ബ്രഹ്മദേവൻ നേരിട്ട് വന്ന് മഹാവിഷ്ണുവിനായി സമർപ്പിച്ച ക്ഷേത്രമാണ് എന്നുള്ളതാണ് ഏറെ വിശ്വാസകരമായ ഇവിടെയുള്ള പ്രധാനമായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്. മാത്രമല്ല ബ്രഹ്മദേവൻ ഇവിടെ മഹാവിഷ്ണുവിനെ പൂജ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നട അടച്ചു കഴിയുമ്പോൾ ഇവിടെയുള്ള ധാർമ്മികത്വം ചെയ്യുന്ന തിരുമേനി അവിടെ ആ പുഷ്പമൊക്കെ അവിടെ വെച്ചതിന് ശേഷമാണ് നടയടയ്ക്കുക. അതായത് ബ്രഹ്മദേവന് വന്ന മഹാവിഷ്ണുവിനെ പൂജിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ പൂജാദ്രവ്യങ്ങൾ അവിടെ വെച്ചതിന് ശേഷം നടയടയ്ക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് തിരുനെല്ലി എന്ന് പറയുന്നത്. ബ്രഹ്മഗിരി മലനിരകളോട് ചുറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി ഭംഗിയോടുകൂടി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ആ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത്. ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. തന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വനവാസ സമയത്താണ് ആ സമയത്ത് ഇവിടെ എത്തി ഈ ബലികർമ്മങ്ങൾ ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും ഒരു വിശ്വാസമുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീരാമന്റെ കാൽപാദം ഒരു മാതൃകാപരമായ ഒരു കാൽപാദം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചതീർത്ഥത്തിന്റെ നടുക്കാണ് ഇത്തരത്തിൽ കാൽപാദം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ തൊട്ടടുത്താണ് ഈ പഞ്ചതീർത്ഥത്തിൽ നിന്നും കുറച്ചപ്പുറത്ത് നീങ്ങിയാണ് പാപനാശിനി എന്ന് പറയുന്ന ഈ പാപനാശിനി ഒഴുകി വരുന്ന സരസ്വതി നദി അടക്കം ഇവിടെ സമ്മേളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ വലിയ വിശ്വാസം. വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വലിയ തിരക്കാണ്. ഏറ്റവും അറിയപ്പെടുന്ന ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ഒരു ഇടമാണ് വയനാട്. വിവരം നൽകുകയായിരുന്നു അർജുൻ PS. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം മുതൽ വയനാട് വരെ വിവിധ ക്ഷേത്രങ്ങൾ, അതിൽ പരശുരാമസ്വാമി ക്ഷേത്രം, ആലുവ മണപ്പുറം, വയനാട്ടെ തിരുവില്ലാമല അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലേക്കും കഴിഞ്ഞ 1 മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ പോയി വന്നു. ബലിതർപ്പണ ചടങ്ങുകൾ വിവിധ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു. വലിയ തിരക്ക് പലയിടത്തും ഉച്ചവരെ നീളും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ 1 മണിക്കൂർ പിന്നിടുന്നു. വരാനിരിക്കുന്ന മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. ഇന്ന് കർക്കിടക വാവു ബലിതർപ്പണത്തിന് 10,000.
പ്രധാന ക്ഷേത്രങ്ങളിലടക്കം വൻ തിരക്ക്. ദേശീയ സഹകരണ നയം ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിക്കും. ലക്ഷ്യം പുനരുജ്ജീവനവും ആധുനികവൽക്കരണവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK-യിൽ. പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തും. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കും. ഊർജ പ്രതിരോധ വ്യവസായ കാര്യങ്ങളും ചർച്ചയാകും. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തിൽ മുന്നറിയിപ്പുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 2041 അസമിലെ മുസ്ലിം ജനസംഖ്യ 50% കടക്കും. തദ്ദേശീയർ ന്യൂനപക്ഷമാകുന്ന കാലം വിദൂരമല്ലെന്നും ഹിമന്ത. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന വീണ്ടും സമരരംഗത്തേക്ക്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ സത്യഗ്രഹ സമരം. നീതി ഉറപ്പാക്കും വരെ തുടരുമെന്ന് സമരസമിതി. സംസ്ഥാനത്ത് മഴ തുടരും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. ആദ്യ ദിനം 4 വിക്കറ്റിന് 264 റൺസ്. ജയ്സ്വാളിനും സായ് സുദർശനും അർദ്ധ സെഞ്ചുറി. ബാറ്റിംഗിനിടെ പന്തിന് പരുക്ക്. വീണ്ടും ബലിതർപ്പണ ചടങ്ങുകളിലേക്കാണ്. തലസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. അതിപ്പോഴും തുടരുന്നു. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊന്നായ തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിൽ പ്രതീക്ഷിക്കുന്നത് 10,000-ങ്ങളെ. ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം പൂർത്തിയാക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കുന്നതോടൊപ്പം ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രജിത് മോഹനെ ഒരിക്കൽ കൂടി ചെയ്യുന്നു. പ്രജിത്ത്, നമ്മൾ ഈ പുത്തൻ പുലരിയുടെ ആദ്യ മിനിറ്റുകളിൽ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നായിരുന്നു വിവരങ്ങൾ നൽകിയത്. അവിടെ ഇപ്പോഴും വലിയ തിരക്കാണ്. കൃഷ്ണരാജ്, നമ്മൾ ആദ്യഘട്ടത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്നാണ് ലൈവ് നൽകിയെങ്കിൽ ഇപ്പോൾ നമ്മളിത് ക്ഷേത്രത്തിന് പുറത്താണുള്ളത്. ഇപ്പോഴും ഇവിടെ വലിയ ക്യൂ ഉണ്ട്. അത് നമ്മൾ നിൽക്കുന്നതിന് കുറേ പിന്നിലേക്ക്, നാഷണൽ ഹൈവേയുടെ ഒരു വശം മുഴുവൻ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ നിന്ന് 2 വരികളായി പോലീസ് ആളുകളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുകയാണ്. ഈ 2 വരികളിലും നിറയെ ആളുകളുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് ഇത് കഴിഞ്ഞ് മടങ്ങുന്നവരും ഇതിനിടയിൽ കൂടി വരുന്നുണ്ട്. അതിനൊപ്പമാണ് ഇത്തരം ദിവസങ്ങളിൽ ഇത്രയധികം ആളുകൾ തടിച്ചുകൂടുന്ന, ഇത്രയധികം പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ സേവാപ്രവർത്തനവുമായി രംഗത്തെത്തുന്നവരെയും നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ സേവാഭാരതിയുടെ ചില പ്രവർത്തകർ ഇവിടെയുണ്ട്. അവർ ഇവിടെ കുടിവെള്ള വിതരണം, മറ്റൊരിടത്ത് മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയിട്ടുള്ള ജോലികളിലാണ് ഏർപ്പെടുന്നത്. ആ ഒരു ഭാഗത്തേക്ക് പോകാം. ഇവിടെയാണ് സേവാഭാരതിയുടെ ദാഹജല വിതരണം ഇവിടെ ചേട്ടാ എവിടെ വെള്ളം കൊടുക്കും. പിന്നെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇവിടെ സെൻറ്ററിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. ക്ഷേത്രത്തിനകത്ത് മെഡിക്കൽ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. ആറ്റുകൾ ഹോസ്പിറ്റൽ ചേർന്നുകൊണ്ട് മെഡിക്കൽ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. ആറ്റുകൾ ഹോസ്പിറ്റൽ ഡോക്ടർമാർ, ഇപ്പോൾ ഒരു ഡോക്ടറും 4 നേഴ്സുമാരും ഉണ്ട്. ആംബുലൻസ് സർവീസുണ്ട്. ഇവിടെ ഇപ്പോൾ കുടിവെള്ളം 12 മണി തൊട്ട് വെള്ളം കൊടുത്ത് തുടങ്ങിയാണ്. ബലി തുടങ്ങിയ തൊട്ട് നമ്മൾ ചുക്ക് കാപ്പി കൊടുത്തു തുടങ്ങി. ഇപ്പോൾ ചുക്ക് വെള്ളമാണ്. ഇപ്പോൾ ഒരു തിരക്കുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാറും. ഷാജ്, ഇന്നലെ രാവിലെ ഇവർ കർമ്മത്തിനെതിരായ രംഗത്തുണ്ട്. ചുക്ക് കാപ്പിയും പിന്നെ ഇപ്പോൾ കുടിവെള്ളവും ഒക്കെ നല്ല. ഒരു വശത്ത് സേവാഭാരതിയുടേതായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുണ്ട്. അവിടെ ഡോക്ടർമാരെ ആറ്റുകാൽ ആശുപത്രിയുമായി സഹകരിച്ച് ഒരു ഡോക്ടറും 4-5 നേഴ്സുമാരുമുണ്ട്. ഒപ്പം തന്നെ 2 ആംബുലൻസ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അർപ്പണത്തിനും സേവാഭാരതി പതിവ് പോലെ സേവാപ്രവർത്തനങ്ങളായി രംഗത്തുണ്ട്. അതായത് തിരക്ക് കൂടുമ്പോഴൊക്കെ ഇത്തരം ആളുകൾ ഒരുപാട് എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോഴും ചടങ്ങുകൾ ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള ആഘോഷങ്ങൾക്കുമെല്ലാം വലിയ രീതിയിൽ സേവാപ്രവർത്തനവുമായി രംഗത്തെത്തുന്ന സേവാഭാരതി പതിവ് പോലെ അവർ കർമ്മനിരതരാണ്. എന്തായാലും തിരുവല്ലം ക്ഷേത്രത്തിൽ തിരക്ക് തുടരുകയാണ്. ഒരു 11 മണി 12 മണി വരെയൊക്കെ സമാനമായ രീതിയിൽ തിരക്ക് തുടരുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു പതിവ് എന്നുള്ളത്. അത് കഴിഞ്ഞും ആളുകൾ എത്തുന്ന സാഹചര്യവുമുണ്ട്. വർഷം മുഴുവൻ, ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വർഷം മുഴുവൻ ബലിതർപ്പണം നടക്കുന്ന ഒരു ക്ഷേത്രമായതിനാൽ തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം വരെ നിർത്തുക, അങ്ങനെയുള്ള ക്രമീകരണം. എന്തായാലും പൂർണ്ണ സമയം കഴിയും.
തലസ്ഥാനത്തെ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറത്തുനിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. അവിടെ സേവാഭാരതിയുടെ സേവന പ്രവർത്തനങ്ങൾ സജീവമാണ്. അവർക്കൊപ്പം പ്രജിത് മോഹൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി മറ്റു വാർത്തകളിലേക്കാണ്. 2041 അസമിലെ മുസ്ലിം ജനസംഖ്യ ഹിന്ദുക്കൾക്കൊപ്പം എത്തുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റമാണ് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണം. അസമിലെ തദ്ദേശീയ മുസ്ലിങ്ങൾ കേവലം 3% മാത്രമാണെന്നും ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. It is not my take, this is just the census result. Today, as per 2011 census, in Assam 34% population is minority. So if you remove 3% indigenous Assamese Muslim, then 31% is the Muslim who migrated to Assam. And if you projected that on the basis of 2021, 31 and 41, you come to a almost 50-50 position. So there is no my take. I am just stating you what is the statistical census report. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒപ്പം ചേരുന്നു. ഗൗതം, നമ്മൾ ബംഗാളിൽ നിന്ന് കേട്ടതാണ് കുടിയേറ്റക്കാർ, അനധികൃത കുടിയേറ്റക്കാരുടെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്ന്. ഇപ്പോൾ അസമിലെ കാര്യം മുഖ്യമന്ത്രി വെളിപ്പെടുത്തുന്നു, അതിലേറെ ഞെട്ടിപ്പിക്കുന്നത് അല്ലേ? കൃഷ്ണരാജ്, അസാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാമൂഹികമായി വലിയ പ്രതിസന്ധി വരുന്ന കാലഘട്ടങ്ങളിൽ രൂപപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുതന്നെയാണ്. അതായത് തദ്ദേശീയർ ന്യൂനപക്ഷമാകുകയും ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഭൂരിപക്ഷമാകുകയും ചെയ്യുന്നൊരു പശ്ചാത്തലം അസാമിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ സമീപകാലത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം അതിന് ചില കണക്കുകൾ കൂടി വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സെൻസസുമായി ബന്ധപ്പെട്ടതാണ്. 2011 അതായത് അവസാനമായി നമ്മുടെ രാജ്യത്ത് സെൻസസ് നടക്കുന്ന ഘട്ടത്തിൽ 2011 അസോമിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 34%. അതായത് 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് മുസ്ലിം ജനസംഖ്യ അന്ന് 1.7 കോടിയായിരുന്നു. ഹിന്ദുക്കളടങ്ങുന്ന തദ്ദേശീയർ അന്ന് 3.12 കോടിയായിരുന്നു. അവസാനത്തെ സെൻസസ് നടക്കുമ്പോൾ അന്ന് 34% മുസ്ലിം ജനസംഖ്യ 2041 എത്തുമ്പോഴേക്കും അത് 50% മുകളിലേക്ക് എത്തും എന്നാണ് മുഖ്യമന്ത്രി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 2001 സെൻസസ് പ്രകാരം അസാമിലെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളുടെ എണ്ണം കേവലം 6 ആയിരുന്നു. 23 ജില്ലകളാണ് അസാമിലുള്ളത്. അത് 2011 എത്തുന്ന ഘട്ടത്തിൽ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളുടെ എണ്ണം 9 ഉയർന്നിരിക്കുകയാണ്. അത് അടുത്ത സെൻസസ് ആകുമ്പോഴേക്കും 11 എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ അസാമിലെ തദ്ദേശീയരായ മുസ്ലിങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം 3% മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ അത് ബാക്കിയുള്ളത് മുഴുവൻ 3% എന്ന് പറയുമ്പോൾ നിലവിൽ 34 കണക്കിലുള്ളതെങ്കിൽ ആ 31% ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി കുടിയേറിയവരാണ് എന്ന കാര്യമാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ 2041 കഴിയുമ്പോഴേക്കും അസോമിൽ തദ്ദേശീയരായ ആളുകൾ, അതായത് അവിടുത്തെ ഹിന്ദുക്കളും അതോടൊപ്പം തന്നെ അസാമിൽ ജനിച്ചു വളർന്ന മുസ്ലിങ്ങളാണെങ്കിലും മറ്റു മതവിഭാഗങ്ങളാണെങ്കിലും അവരെല്ലാം അവിടെ ന്യൂനപക്ഷമാകുകയും ബംഗ്ലാദേശ് എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്ത് നിന്നും ഇവിടേക്ക് കുടിയേറി വന്ന ആളുകൾ ഭൂരിപക്ഷമാകുകയും ചെയ്യും. അത് വലിയ സാമൂഹികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കൊക്രാജിറക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ മുൻപ് ഉണ്ടായിട്ടുള്ള വലിയ കലാപങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം എന്നത് ഈ അനധികൃതമായി കുടിയേറി വന്നവർ തദ്ദേശീയരായ ആളുകളെ ആക്രമിക്കുകയും അവർക്കവിടെ ജീവിക്കാൻ കഴിയാത്ത സാമൂഹിക അന്തരീക്ഷം രൂപപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. അങ്ങനെയെങ്കിൽ അത് വലിയ അപകടമാണ് വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായി വേണ്ട രീതിയിലുള്ള കരുതലുകൾ എടുക്കണമെന്ന സന്ദേശമാണ് ഇപ്പോൾ അസോം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അവസാനം പറഞ്ഞ വരിയിൽ നമ്മൾ കൂടുതൽ വിലയിരുത്തലുകൾ വേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബംഗാൾ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ അനധികൃത കുടിയേറ്റക്കാരുടെ ബംഗ്ലാദേശികളുടെ എണ്ണം അത് വലിയ ചർച്ചയാകുന്നുണ്ട്. അപ്പോഴാണ് ഹിമന്ത മറ്റൊരു തിരി കൊളുത്തുന്നത്. അതായത് കേന്ദ്ര സർക്കാർ കൃത്യമായി ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ കണ്ണുനടേണ്ട സമയമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ, അല്ലേ? അതായത് അസാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രതിസന്ധിക്ക് വഴിവെക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം
തദ്ദേശീയരായ ആളുകൾക്ക് അപ്പുറത്തേക്ക് പല സ്ഥലങ്ങളും ഈ കുടിയേറ്റക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ജില്ലകളുടെ കണക്ക് തന്നെ നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും. 23 ജില്ലകളുള്ള ഒരു സംസ്ഥാനത്ത് ക്രമേണ ഈ കുടിയേറ്റക്കാരുടെ എണ്ണം കൂടി വരികയാണ്. 2001 സെൻസസ് പ്രകാരം 6 ജില്ലകളാണ് ഈ ബംഗ്ലാദേശികളെ കൊണ്ട് ഭൂരിപക്ഷമായതെങ്കിൽ 2011 എത്തുമ്പോൾ അത് 9 ജില്ലകൾ ഈ കുടിയേറ്റ മുസ്ലിങ്ങളെ കൊണ്ട് കൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഭൂരിപക്ഷ മേഖലയായി അത് മാറിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ പല സ്ഥലങ്ങളിലും വലിയ സംഘർഷങ്ങൾ രൂപപ്പെടുന്നത്. കാരണം അത് സ്വാഭാവികമാണ്. പുറത്തു നിന്നുള്ള ആളുകൾ കുടിയേറി വരുന്നു, അവരവിടെ ഭൂമി വാങ്ങുന്നു, തദ്ദേശീയരായ ആളുകളെ ആക്രമിക്കുന്നു, അവരുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ അതല്ലെങ്കിൽ പരമ്പരാഗതമായി അവർക്ക് അവിടെ ലഭിക്കേണ്ട അവകാശങ്ങൾക്ക് മേൽ ഈ അനധികൃതമായി കുടിയേറി വരുന്നവർ വലിയ മേധാവിത്വം സ്ഥാപിക്കുകയാണ്. അങ്ങനെയാണ് അസ്സാമിൻ്റെ പല ഭാഗങ്ങളിലും മുൻപ് വലിയ കലാപങ്ങൾ, വലിയ സംഘർഷങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ഓർമ്മപ്പെടുത്തുന്നത് ഈ രീതിയിൽ കുടിയേറ്റം തുടർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഒരു 2040 എത്തുമ്പോഴേക്കും സാമൂഹിക അന്തരീക്ഷം മാറും. അതായത് മറ്റൊരു രാജ്യത്ത് നിന്നും കുടിയേറിയ ആളുകൾ നമ്മുടെ ഒരു സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷമാകുകയും അത് പിന്നീട് വലിയ തോതിലുള്ള സംഘർഷങ്ങളിലേക്ക് പോകുകയും പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതുപോലെ തദ്ദേശീയരായ ആളുകൾ അവരുടെ മണ്ണും അവരുടെ സ്വപ്നങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് മറ്റു നാടുകളിലേക്ക് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന ആശങ്കയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓർമ്മപ്പെടുത്തുന്നത്. കൃഷ്ണരാജ്, ശരി, അതൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. 2041 അസമിലെ മുസ്ലിം ജനസംഖ്യ ഹിന്ദുക്കൾക്കൊപ്പം എത്തുമെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റമാണ് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണമാകുന്നത്. അസമിലെ തദ്ദേശീയ മുസ്ലിങ്ങൾ കേവലം 3% മാത്രമാണെന്നിരിക്കെ എങ്ങനെയാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത്? ഒപ്പമെത്തും എന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി നൽകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ. സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ദേശീയ സഹകരണ നയം ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രഖ്യാപിക്കും. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വഴിത്തിരിവാകും വിധം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും ആധുനികവൽക്കരിക്കാനും ലക്ഷ്യമിട്ടാണ് ദേശീയ സഹകരണ നയം രൂപീകരിച്ചത്. വിവരങ്ങളുമായി എസ് നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, വലിയ പ്രതീക്ഷയോടെ ഏവരും ഉറ്റുനോക്കുന്ന ഒരു നയപ്രഖ്യാപനം അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ ഉള്ള സഹകരണ നയം 2002 പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഏതാണ്ട് 23 വർഷം ഇപ്പുറമാണ് പുതിയൊരു സഹകരണ നയത്തിലേക്ക് സർക്കാർ എത്തുന്നത്. ഈ പുതിയ സഹകരണ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹകരണ മേഖലയുടെ അഭിവൃദ്ധി, പൂർണ്ണമായ അഭിവൃദ്ധി തന്നെയാണ്. ഒപ്പം തന്നെ സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. 2002 ഈ സഹകരണ നയം പ്രഖ്യാപിക്കുമ്പോൾ അന്ന് ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള ഒരു വികാസം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ സാഹചര്യം അതല്ല. എല്ലാ തരത്തിലും ഡിജിറ്റലൈസേഷൻ ആണെങ്കിലും എല്ലാ മേഖലകളിലാണെങ്കിലും ഡിജിറ്റലൈസേഷൻ എത്തിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ബാങ്കിങ് സംവിധാനത്തിലായിരുന്നാലും അടിമുടി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അങ്ങനെ ഇത്തരത്തിൽ ബാങ്കിങ് മേഖലയടക്കം മറ്റ് മേഖലകളിലൊക്കെ തന്നെ ഡിജിറ്റലൈസേഷനൊക്കെ അടക്കം കടന്നു വന്നുകൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ സഹകരണ മേഖല മാത്രം പിന്നോട്ട് നിൽക്കുന്നത് 2002 അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് യോജിച്ച ഒരു സഹകരണ നയമായിരുന്നു രൂപീകരിച്ചത്. ആ സഹകരണ നയത്തിനനുസൃതമായാണ് ഇപ്പോഴും സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്ന സഹകരണ നയം അടുത്ത 20 വർഷത്തേക്കുള്ളതാണ്. 2045 വരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJP സർക്കാർ പുതിയ സഹകരണ നയം രൂപീകരിക്കുന്നത്. ആ സഹകരണ നയം എന്നുള്ളത് ഗ്രാമീണ മേഖലയിലുള്ള സകല ആൾക്കാർക്കും തൊഴിൽ നൽകുക എന്നുള്ള ഉദ്ദേശം, അതായത് ഈ സഹകരണ പ്രസ്ഥാനത്തിലൂടെ ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ തൊഴിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം ഈ ഒരു പുതിയ സഹകരണ നയത്തിലുണ്ടാകും. ഇതിനൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിജിറ്റലൈസേഷൻ ഒരു പ്രധാന ഘടകമാകും. ഒപ്പം തന്നെ ബാങ്കിങ് മേഖലയിലടക്കം സമഗ്രമായ മാറ്റം വരും. പുതിയ മേഖലയിലേക്ക് സഹകരണ പ്രസ്ഥാനങ്ങളെ കൈപിടിച്ച് നടത്തിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഈ അമിത്ഷാ ഇന്നിപ്പോൾ സഹകരണ നയം വൈകിട്ട് 5 മണിയോടുകൂടി പ്രഖ്യാപിക്കുക. അതിൽ സമഗ്രമായ, അതായത് സഹകരണ മേഖലയിലാകെ ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ ഉതകുന്ന രീതിയിലുള്ള നയങ്ങൾ രൂപീകരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ സഹകരണ മേഖലയുടെ പൂർണ്ണമായ അഭിവൃദ്ധി അതുതന്നെയാണ് മുദ്രാവാക്യം, ആപ്തവാക്യമായി മുന്നോട്ട് വെക്കുന്നത്. സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്നുള്ളതാണ്. അത് ഗ്രാമീണ മേഖലയിലുള്ള സാധാരണക്കാരുടെ അഭിവൃദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്, സഹകാരികളുടെ അഭിവൃദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുതകുന്ന ഒരു നയമായിരിക്കും സർക്കാർ രൂപീകരിക്കുക. 2047 ഭാരതം പൂർണ്ണമായും വികസനത്തിലേക്ക് എത്തുമ്പോൾ അതിന് നാഴികക്കല്ലാകേണ്ടത് സഹകരണ പ്രസ്ഥാനങ്ങളാണ് എന്നുള്ള വിശ്വാസ സങ്കല്പത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നയ രൂപീകരണത്തിലേക്ക് കടന്നിരിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭാകര പ്രഭുവിൻ്റെ അധ്യക്ഷതയിലുള്ള
48 അംഗ സമിതിയാണ് ഇത് രൂപീകരിച്ചത്. ഈ സമിതിയിൽ വിദഗ്ധരായിട്ടുള്ള അനേകം ആൾക്കാർ ഉൾപ്പെടുന്നു. വിവിധ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഡയറക്ടർമാരടക്കം ഇതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായും ആധുനികവൽക്കരിക്കാൻ ഉതകുന്ന ഒരു നീക്കം അല്ലെങ്കിൽ അതിനുള്ള ഒരു നിർദ്ദേശമാകും പുതിയ സഹകരണ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. കൃഷ്ണരാജ്. ശരി, സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ദേശീയ സഹകരണ നയം ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രഖ്യാപിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK-യിലെത്തി. ഇന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ചർച്ച നടത്തുന്ന അദ്ദേഹം സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കും. ഊർജം, പ്രതിരോധം, വ്യവസായം തുടങ്ങിയ മേഖലകളും ചർച്ചയാകും. തുടർന്ന് മാലിദ്വീപിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ജൂലൈ 26-ന് അവരുടെ 60ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഈ നരേന്ദ്രമോദിയുടെ UK സന്ദർശനം എത്രമാത്രം പ്രധാനപ്പെട്ടത്? മോദിയുടെ UK സന്ദർശനം ഏറ്റവും സുപ്രധാനമാകുന്നത് ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ്. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ 22-ന് നടന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, അതായത് ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ധാരണയിലെത്തുന്നതിനെ സംബന്ധിച്ച് ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിച്ചത്. ഈ ക്യാബിനറ്റിന് അംഗീകാരം ലഭിച്ച ഒരു ധാരണ ഇന്ന് പ്രധാനമന്ത്രി ഒപ്പിടുകയാണ് ചെയ്യുക. ആ ക്യാബിനറ്റിന് അംഗീകാരം ലഭിച്ച ധാരണയിൽ ഏറ്റവും സുപ്രധാനമായത് ഭാരതത്തിൽ നിന്നുള്ള വാണിജ്യ ഇടപാടുകളിൽ 99% ഉൽപ്പന്നങ്ങൾക്കും പരസ്പരം വാണിജ്യം നടത്തുന്ന 99% ഉൽപ്പന്നങ്ങളുടെയും നികുതി നിരക്ക് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയിലെത്തുക. അങ്ങനെ കൃത്യമായ ഒരു നികുതി ധാരണയിലെത്തുമ്പോൾ സ്വാഭാവികമായും ആ വാണിജ്യ ബന്ധം ശക്തമാവുകയും ചെയ്യും. 2030 നിലവിലെ വാണിജ്യ ബന്ധത്തിന്റെ 2.5 ഇരട്ടിയിലേക്ക് വാണിജ്യ ബന്ധം ഇരു രാജ്യങ്ങളും UK-യുമായുള്ള വാണിജ്യ ബന്ധം വളർത്തുക എന്ന കൃത്യമായ ഒരു അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത്. ആ അജണ്ടയുടെ ഭാഗമായി നമുക്കറിയാവുന്നതാണ്, ഭാരതം വൻതോതിൽ ഒരു കുതിപ്പ് സാമ്പത്തിക രംഗത്ത് നടത്താനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ നിർണായക കരാറിന് ഏറെ പ്രാധാന്യമുണ്ട്. ഭാരതത്തിന് വലിയൊരു മാർക്കറ്റ് തുറന്നു കിട്ടുന്നു. അതുപോലെ തന്നെ ഭാരതത്തിന്റെ മാർക്കറ്റിൽ വലിയൊരു മത്സരം ഉണ്ടാക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ പരസ്പര ധാരണയോടെ 2 ശക്തമായ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള വലിയൊരു നിർണായക ധാരണയാണ് ഇന്ന് ഉണ്ടാവുക. അതുതന്നെയാണ് ഇന്നത്തെ സന്ദർശനത്തിന്റെ ഏറ്റവും സുപ്രധാന ഘടകം. സ്വാഭാവികമായും പ്രതിരോധം അതുപോലെ തന്നെ അനുബന്ധ ഘടകങ്ങളിലെല്ലാം തന്നെ കൃത്യമായൊരു നിലപാട് ഭാരതത്തിന് ബ്രിട്ടനുമായുള്ള സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ബ്രിട്ടനുമായുള്ള ബന്ധങ്ങൾ ശക്തമാക്കുക, കെയർ സ്റ്റാമറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. മറ്റൊരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത് ഭീകരവാദത്തിനെതിരായ ഉറച്ച നിലപാട് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഭീകരതയുടെ ദുരന്ത ഫലങ്ങൾ ഏറെ അനുഭവിച്ച രാജ്യമാണ്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഭാരതം. സ്വാഭാവികമായും ഭീകരതയ്ക്കെതിരായ ഉറച്ച നിലപാടിനെ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും ചർച്ചകളിൽ അത്തരം രീതിയിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് അതിർത്തി കടന്നുള്ള തീവ്രവാദവും അതുപോലെ തന്നെ അതിർത്തി കടന്നുള്ള തീവ്രവാദം നിയന്ത്രിക്കുന്നതിനുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ഷെയർ ചെയ്യുന്നത് സംബന്ധിച്ചുമുള്ള വിശാലമായ ചർച്ചകൾ ഇക്കാര്യങ്ങളിലെല്ലാം ഉണ്ടാകും, ധാരണകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകം ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് തന്നെയാണ് എന്നതാണ് ബ്രിട്ടൻ സന്ദർശനത്തിലെ നിർണായകമായൊരു ഏടായി മാറുക. അടുത്ത സന്ദർശനം എന്ന് പറയുന്നത് മാലദ്വീപിലേക്കാണ്. മാലദ്വീപിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുത്തതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഭാരതത്തിലേക്ക് തിരിച്ചെത്തുക. കൃഷ്ണരാജ്. ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ചർച്ച നടത്തും. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കും. വളരെ പ്രധാനപ്പെട്ടൊരു കൂടിക്കാഴ്ച, ഒരു സന്ദർശനം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി പാഞ്ചജന്യം ഭാരതിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ രാമനാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചു. പശ്ചിമ ഡൽഹിയിൽ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ ശ്രീരാമ സീതാവേഷധാരികളായ 100 കണക്കിന് കുട്ടികൾ അണിനിരന്നു. ശ്രീരാമസാഗരം ഗ്ലോബൽ രാമായണ ഫെസ്റ്റിവൽ എന്ന പേരിൽ കർക്കിടക മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് പാഞ്ചജന്യം ഭാരതം നേതൃത്വം നൽകുന്നത്. പശ്ചിമ ഡൽഹിയിലെ നവാദ പാഞ്ചജന്യം ഭാരതം സാംസ്കാരിക കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച രാമനാമജപ ഘോഷയാത്രയിൽ രാമായണത്തിലെ കഥാപാത്രങ്ങളായത് നിരവധി കുട്ടികളാണ്. രാമനാമവുമായി ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തർ കൂടി ചേർന്നതോടെ 100 കണക്കിന് പേർ അണിനിരന്ന രാമനാമജപ ഘോഷയാത്ര രാജ്യതലസ്ഥാനത്തെ വീഥികളെ അയോധ്യയാക്കി. ഡൽഹിയിൽ കർക്കിടകം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാമായണ പരിപാടികൾക്കാണ് പാഞ്ചജന്യം ഭാരതം നേതൃത്വം നൽകുന്നത്. രാമസാഗരം എന്ന പേരിൽ നാടകം, കഥാപ്രസംഗം, രാമായണ പാരായണം, പ്രഭാഷണ പരമ്പര തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ തുടരുന്നു. ജനം, ഡൽഹി.
MSC എൽസ കപ്പൽ അപകടത്തിന്റെ ഭാഗമായുണ്ടായ പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച് നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് പഠനം നടത്തും. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ സമഗ്രമായ പരിസ്ഥിതി ആഘാത പഠനം നടത്താനാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്. 643 കണ്ടെയ്നറുകളാണ് മുങ്ങിയ കപ്പലിലുള്ളത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, പരിസ്ഥിതിയെ ബാധിച്ച കപ്പലപകടം ആയിരുന്നു. അതിൽ ഒരു പഠനം വരുന്നു. വിവരങ്ങൾ. കൃഷ്ണരാജ്, നിലവിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണമാണ് നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് സമഗ്രമായിട്ടുള്ള പഠനം നടത്താനിരിക്കുന്നത്. അതായത് MSC എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പാരിസ്ഥിതികമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി, ഇത് സംബന്ധിച്ചുള്ള ഒരു പഠനമായിരിക്കും നടത്തുക. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുകയും ചെയ്യും. 643 കണ്ടെയ്നറുകളാണ് MSC എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് മുങ്ങിയിട്ടുള്ളത്. നിലവിൽ 66 എണ്ണം കേരള തമിഴ്നാട് തീരത്ത് അടിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവയൊക്കെ തന്നെ കടലിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇത് വലിയ രീതിയിൽ കനത്ത പാരിസ്ഥിതിക നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തലും നിഗമനവും. അതുകൂടാതെ തന്നെ ഈ പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ പാരമ്പര്യ മത്സ്യബന്ധനത്തിന് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ FIR അടക്കം പറയുന്നത്. അതുമാത്രവുമല്ല, വലിയ രീതിയിൽ അതായത് ഈ വിനാശകരമായിട്ടുള്ള പ്ലാസ്റ്റിക്, അതോടൊപ്പം തന്നെ മറൈൻ ഇന്ധനം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുങ്ങിയിട്ടുള്ളത്. അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളാണ് മുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വരും നാളുകളിൽ ഭാവിയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ പാരിസ്ഥിതിക ആഘാതത്തിന് വഴിവെക്കുമെന്നാണ് നിഗമനം. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത് എത്രത്തോളമാണ് ഇതിൻ്റെ തോത്, പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ തോത് എന്ന് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ സമഗ്രമായിട്ടുള്ള പഠനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. 543 ടൺ നർഡിൽസുകൾ, അതായത് പ്ലാസ്റ്റിക് നർഡിൽസുകൾ ഈ കേരള തമിഴ്നാട് തീരത്ത് നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇത് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. നേരത്തെ ഹൈക്കോടതിയിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള അഡ്മിറാൽറ്റി സ്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ നർഡിൽസുകൾ വേർതിരിച്ച് അത് വീണ്ടും കടലിൽ നിന്ന് വീണ്ടും പൊങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ 543 ടൺ നർഡിൽസുകൾ, പ്ലാസ്റ്റിക് നർഡിൽസുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇനി ഈ ബാക്കി മുങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ, എണ്ണച്ചോർച്ച, ഇത് വലിയ രീതിയിൽ വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതിയിലടക്കം സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സമഗ്രമായിട്ടുള്ള പഠനം നിലവിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഉടനടി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും MSC എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 9,321 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നുള്ളതാണ്. അതിൽ വിശദമായിട്ടുള്ള പാരിസ്ഥിതിക ആഘാതം എത്രയാണ്, അതിന്റെ തോത്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ കോടതി അടക്കം അറിയിക്കേണ്ടതുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സമഗ്രമായിട്ടുള്ള പഠനത്തിനുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന വീണ്ടും സമരം ശക്തമാക്കുന്നു. നീതി തേടി പ്രത്യക്ഷ സമരരംഗത്തേക്ക് നീങ്ങാനാണ് തീരുമാനം. ഈ മാസം 29-ന് കളക്ട്രേറ്റിന് മുന്നിൽ സത്യഗ്രഹ സമരം നടത്താനാണ് ഹർഷിത സമരസമിതിയുടെ തീരുമാനം. ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, ഓർമ്മ ശരിയെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് മാധ്യമങ്ങൾ പലതും വളച്ചൊടിക്കുന്നതാണ്, ഒരു കുഴപ്പവും ഇവിടെ ഇല്ല എന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി, കോഴിക്കോടാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ എത്രമാത്രം സങ്കീർണമെന്ന് ചൂണ്ടിക്കാട്ടിയ ഒരാളാണ് ഹർഷിന. വീണ്ടും സമരരംഗത്തേക്ക് വരുന്നു. എന്താണ് സമരസമിതി പറയുന്നത്? കൃഷ്ണരാജ് പറഞ്ഞ ഓർമ്മ ശരി തന്നെയാണ്. മെഹബൂബാണ് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത്. അതായത് കോൺഗ്രസും BJPയും ചേർന്ന് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിനെ തകർക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ 2017 നവംബർ 30-നാണ് ഈ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ വയറ്റിൽ, ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുന്നത്. 2022 സെപ്റ്റംബർ 17 നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഈ 12 സെന്റിമീറ്റർ നീളവും 6.1 സെന്റിമീറ്റർ വീതിയുമുള്ള ഈ കത്രിക പുറത്തെടുത്തത്.
വർഷമായി ഒരു സ്ത്രീ അതിന്റെ വേദനയും പേര് നടത്തുന്നു എന്ന് തന്നെയാണ് ഈ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന ആരോഗ്യമന്ത്രി പറയുന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. അവർ അവരുടെ കേസുമായി മുന്നോട്ട് പോയിരുന്നു, പബ്ലിക് പ്രോസിക്യൂട്ടർ നേരിടുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരവും അവർക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ തള്ളുന്ന ഒരു നിലപാടിലേക്ക് ആരോഗ്യമന്ത്രി എത്തുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ നമ്മൾ കണ്ടു. എന്തായാലും ഹർഷിന വീണ്ടും സർക്കാരിനെതിരെ സമരം കടുപ്പിക്കുകയാണ്. ഈ 29-ന് കളക്ടറേറ്റിന് മുന്നിൽ തുടക്കം എന്ന നിലയിൽ സത്യാഗ്രഹ സമരം നടത്തുവാനാണ് ഈ ഹർഷിനയുടെ തീരുമാനം. നമുക്കറിയാം, മെഡിക്കൽ കോളേജിന് മുന്നിലും അതോടൊപ്പം തന്നെ കളക്ടറേറ്റിന് മുന്നിലും ഒക്കെ തന്നെ 104 ദിവസം കുടുംബവും ഒത്ത് ആ വേദനയും സഹിച്ച ഇത്തരത്തിൽ സമരം നടത്തിയ ഹർഷിനയെ നമുക്കറിയാം. എന്നിട്ട് പിന്നീട് അത് 8 പേർ കാക്കുന്നു എന്ന വ്യാജേന സമരം അവസാനിപ്പിക്കേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഹർഷിന തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. 29-ന് ആദ്യഘട്ടം എന്ന നിലയിൽ സത്യാഗ്രഹ സമരം നടത്തും, പിന്നീട് തുടർച്ചയായി കുടുംബവും ഒത്ത് സമരം നടത്തും, സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് ഹർഷിന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന വീണ്ടും സമരരംഗത്തേക്ക് വരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്. ഇടുക്കി അണക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഫീസും കുട്ടികളുടെ കമ്പ്യൂട്ടർ ലാബും സ്റ്റാഫ് റൂമും പ്രവർത്തിക്കുന്നത് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ചാണ് അധ്യാപകർ ഇരിക്കുന്നത്. പുതിയ കെട്ടിടത്തിൻ്റെ പണികൾ ഇഴഞ്ഞു നീങ്ങുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, ഇതിപ്പോൾ സംസ്ഥാന വ്യാപകമായി ഇത്തരം പരാതികൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. സ്കൂളുകളുടെ അവസ്ഥ ഓരോ വർഷവും ഫിറ്റ്നസ് പുതുക്കി അതാ സ്കൂളിലെ കെട്ടിടങ്ങൾ മാത്രമല്ല ബസ് അടക്കം പുതുക്കി ഉറപ്പുവരുത്തിയ ശേഷമാണ് തുറക്കേണ്ടത്. കാര്യം കുട്ടികളാണ് അവിടേക്ക് വരുന്നത്, കുരുന്നുകൾ. ഇതിപ്പോൾ എന്താണ്? പ്രധാനമായും ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് നിലവിൽ ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കെട്ടിടത്തിലാണ് ഇപ്പോഴും ഈ ഓഫീസ് റൂമും സ്റ്റാഫ് റൂമും കുട്ടികളുടെ കമ്പ്യൂട്ടർ ലാബും പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതലാണ് ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് നൽകാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ ദൃശ്യങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അതിന്റെ കോൺക്രീറ്റ് മൊത്തം അടർന്ന് താഴെ വീണ് ഈ കോൺക്രീറ്റ് കമ്പികൾ തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് അവ പൂർണ്ണമായും ദ്രവിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയും കൂടാണ് അവിടെ ഉള്ളത്. ഏത് നിമിഷവും ഒരു അപകടം ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യം ആ ഒരു കെട്ടിടം ഉള്ളത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്തുകൊണ്ട് ഒരു കൃത്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സ്കൂൾ അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്നുള്ളത് ഈ കെട്ടിടത്തിന്റെ പിൻവശത്തായി മറ്റൊരു പുതിയ കെട്ടിടം പണിയുന്നുണ്ട്. ഈ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി 2019 കിഫ്ബി മുഖാന്തരം 1.5 കോടി രൂപ അനുവദിക്കുകയും 2021 ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തത്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് മൂലമാണ് ഈ ഫിറ്റ്നസ് ഈ പഴയ കെട്ടിടത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ ഒരു സാഹചര്യം ഉണ്ടാകാതെ വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. ഈ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന മറ്റ് ക്ലാസുകളെല്ലാം തന്നെ മറ്റ് വിവിധ സ്ഥലങ്ങളിലേക്ക്, മറ്റ് കെട്ടിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലപരിമിതി മൂലമാണ് ഇപ്പോഴും ഈ കമ്പ്യൂട്ടർ ലാബും ഓഫീസ് റൂമും സ്റ്റാഫ് റൂമും ഈ ഒരു കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കുന്നത്. ശക്തമായ മഴ പെയ്താൽ കുട ചൂടി അതിനകത്ത് ഇരിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു കെട്ടിടത്തിനുള്ളിൽ ഇരിക്കേണ്ട ഒരവസ്ഥയിലാണ് അധ്യാപകരും ഈ പ്രധാന അധ്യാപകരും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഇത്തരത്തിൽ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഈ ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത ഈ ചോരുന്ന കെട്ടിടത്തിൽ ഇരിക്കുന്നു എന്നുള്ളതും എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കെട്ടിടത്തിന്, അതായത് പുതുതായി നിർമ്മിക്കുന്ന ഓഫീസ് സമുച്ചയത്തിന്റെ നിർമ്മാണം എന്ന് പൂർത്തീകരിക്കാനാകുമെന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതായത് ഈ രൂപരേഖയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഈ പുതിയ കെട്ടിടത്തിന്റെ രൂപരേഖ ഒറ്റനില കെട്ടിടമായി പണിയാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. അതിനുശേഷം അത് ഇരുനില കെട്ടിടമായി രൂപരേഖ മാറ്റുകയായിരുന്നു. ഇനിയിപ്പോൾ ഒരു 15 ലക്ഷത്തിലധികം രൂപ കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാവൂ. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പണികൾ പൂർണ്ണമായും മുടങ്ങിക്കിടക്കുന്നത്. PTA പറയുന്നത് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഈ തുക അനുവദിച്ച് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓണത്തിന് മുമ്പായി ഈ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ നിന്നും ഈ ഓഫീസ് റൂം ഉൾപ്പെടെ ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്നുള്ള ഒരു ഉറപ്പ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വിശ്വാസത്തിലാണ് അവർ ഇരിക്കുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് എന്തായാലും ഈ PTA നൽകുന്നത്. അതേസമയം അത്രയും കാലത്തോളം, അതായത് അത് വരുന്ന ഓണക്കാലം വരെ ഈ ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ ഈ കുട്ടികൾ കമ്പ്യൂട്ടർ ലാബിൽ ഉപയോഗിക്കുകയും ഈ ഓഫീസ് അധ്യാപകർ ഈ കെട്ടിടത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിൽ ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. അടിയന്തരമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമാനമായ കേരളത്തിൽ ഇതിനു മുമ്പ് സമാനമായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമാനമായ ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല.
ശരി, ഇടുക്കി അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഫീസും കുട്ടികളുടെ കമ്പ്യൂട്ടർ ലാബും സ്റ്റാഫ് റൂമും പ്രവർത്തിക്കുന്നത് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ്. ജീവൻ പണയം വെച്ചാണ് ഇവിടെ അധ്യാപകരടക്കം ഇരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്. ഇനി കോഴിക്കോട്ടേക്കാണ്. അവിടെ നഗരഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം വൻ സുരക്ഷാ ഭീഷണിയിലാണ്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിന്റെ വരാന്തയിലൂടെയാണ് വിദ്യാർത്ഥികൾ ദിവസേന നടക്കുന്നത്. നിലംപതിക്കാറായ കെട്ടിടം പൊളിച്ചുമാറ്റണമെന്ന ആവശ്യമുന്നയിച്ച് PTA പ്രസിഡന്റ് അടക്കം കോർപ്പറേഷനിൽ പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഈ അലംഭാവത്തിൻ്റെ അനാസ്ഥയുടെ മറ്റൊരു പ്രതീകമായി മാറുന്നു. ഈ കോഴിക്കോട് കോർപ്പറേഷൻ പല കാര്യങ്ങളിലും ഇങ്ങനെയാണല്ലോ. തീപിടുത്തം ഉണ്ടായപ്പോഴും നമ്മൾ കണ്ടതാണ് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടം. ഇതിപ്പോൾ സ്കൂൾ, കുരുന്നുകൾ വരുന്ന ഇടമല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, പ്രശ്നങ്ങൾ സംഭവിച്ചതിന് ശേഷം മാത്രമാണ് ഈ കോർപ്പറേഷൻ അധികാരികളുടെ ഒരു മേൽനോട്ടം ഉണ്ടാവാറ് എന്ന് തന്നെയാണ്. ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമൊക്കെ പറയുന്നത് പോലെ ഈ 2016-17 കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സ്കൂൾ കെട്ടിടം പണികഴിപ്പിച്ചത്. ഈ കെട്ടിടത്തിലാണോ ഓഫീസ് മുറിയും ലാബും ക്ലാസ് മുറികളും ഒക്കെ തന്നെയും ഈ പ്രവർത്തിച്ചിരുന്നത്. ഈ വിള്ളലും ചോർച്ചയും അനുഭവപ്പെട്ടതോടുകൂടി ഈ ക്ലാസ് മുറി അടക്കം ആ കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ PTA നേതൃത്വത്തിൽ മാറ്റുകയായിരുന്നു എന്നത് തന്നെയാണ്. ഈ ഫിറ്റ്നസ് പരിശോധനയിൽ ഉൾപ്പെടെ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കെട്ടിടം പൊളിച്ചു നീക്കണം എന്നൊരു കാര്യം കോർപ്പറേഷനോട് ഉൾപ്പെടെ നിരവധി തവണ ഇവിടുത്തെ PTA ഭാരവാഹികൾ ഉൾപ്പെടെ അറിയിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്ന പരാതിയാണ് നിലവിൽ ഉയർന്നു വരുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയും കണ്ടു. ഏത് നിമിഷവും, അതായത് ശക്തമായ ഒരു കാലവർഷമാണ് ഇനി വരുന്നത്. അത്തരത്തിലൊരു മഴ വന്നാൽ ഏത് നിമിഷവും ആ കെട്ടിടം നിലം പതിക്കാവുന്നതേയുള്ളൂ. അത്തരത്തിൽ കെട്ടിടം നിലം പതിക്കുകയാണെങ്കിൽ നിരവധി കുട്ടികളാണ്, വിദ്യാലയ മുറ്റമാണ്. അപ്പോൾ അവർ ഓടിക്കളിക്കുകയും അവരോട് പറയുന്നതിനൊക്കെ തന്നെ പരിമിതികളുണ്ട്. ഒരു പ്രശ്നം വന്നതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള കോഴിക്കോട് നഗരഹൃദയത്തിലെ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടവും വലിയ സുരക്ഷാ ഭീഷണിയിലാണ്. ഈ വാർത്തയ്ക്ക് നമുക്ക് വരും മണിക്കൂറിൽ വിശദമായി എടുക്കേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്. വീണ്ടും ബലിതർപ്പണ ചടങ്ങുകളിലേക്കാണ്. വർക്കല പാപനാശം കടൽ തീരത്തും ബലിതർപ്പണ ചടങ്ങുകൾക്കായി വലിയ തിരക്കാണ്. വർക്കല നഗരസഭയും ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. അവിടെ നിന്ന് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, തിരുവനന്തപുരത്ത് ഒരുപക്ഷെ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, മറ്റൊന്ന് വർക്കല പാപനാശമാണ്. അവിടെയും ഈ പതിവായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്താറുണ്ട്. ഈ മരണാനന്തര ചടങ്ങുകൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ എത്തിച്ചേരുന്ന ഇടം കൂടിയാണ്. ഇതിപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആലുവ മണപ്പുറം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ തെക്കൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന, ഭക്തരെത്തുന്ന, പിതൃതർപ്പണങ്ങൾ ചെയ്യാൻ എത്തുന്ന 2 കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്രവും മറ്റൊന്ന് പാപനാശവുമാണ്. പാപനാശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തിരക്ക് രാവിലെ മുതൽ തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ 4 മണിയോട് കൂടിയാണ് ജഗന്നാഥസ്വാമി ക്ഷേത്രമുണ്ട് തൊട്ടടുത്തായി. ആ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചു. അവിടെ ബലിതർപ്പണത്തിനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ നഗരസഭ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും ബലിതർപ്പണങ്ങൾ നടക്കുകയാണ്. ആ ക്ഷേത്രകുളത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പാപനാശം കടപ്പുറത്തെ അല്ലെങ്കിൽ കടൽ തീരത്തെ ദൃശ്യങ്ങളാണ്. ഇവിടെയും ആയിരങ്ങളാണ് ഇതിനോടകം തന്നെ ബലിതർപ്പണം നടത്തി മടങ്ങിയിട്ടുള്ളത്. അതേസമയം തന്നെ ആളുകൾ വന്നുകൊണ്ടും ഇരിക്കുകയാണ്. വിവിധ കർമ്മികളുടെ അടക്കം ശാന്തിമാരുടെ അടക്കം നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. കർമ്മികൾക്ക് സഹായമായി ഈ നഗരസഭയും ഒപ്പം തന്നെ വർക്കല ജഗന്നാഥസ്വാമി ക്ഷേത്രം, ഒപ്പം തന്നെ വർക്കല നഗരസഭ അടക്കമുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം മഴയാണ്, ഒപ്പം തന്നെ കാലാവസ്ഥ മോശമായ ഒരു സാഹചര്യമുണ്ട്. മഴ ശക്തമായ സാഹചര്യം, കടൽക്ഷോഭം ഉണ്ടാകുന്നുണ്ട്, കടൽ കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് വർക്കല അടക്കമുള്ള തീരദേശ മേഖലകളിലെ പ്രധാനപ്പെട്ട ഈ ബലിതർപ്പണം നടക്കുന്ന ക്ഷേത്രങ്ങളിലും ഒപ്പം തന്നെ കടൽ തീരങ്ങളിലുമുള്ള ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മരിച്ചുപോയ അല്ലെങ്കിൽ ആത്മാക്കൾക്ക് അവരുടെ അച്ഛനും അമ്മ അങ്ങനെയൊക്കെയുള്ള സഹോദരങ്ങൾക്കുമൊക്കെ അവർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, പിതൃതർപ്പണ ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. ആ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ നഗരസഭ സ്വീകരിച്ചിരുന്നു, ഒപ്പം തന്നെ ക്ഷേത്രം സ്വീകരിച്ചിരുന്നു, ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്നു. ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പിതൃതർപ്പണ കേന്ദ്രം കൂടിയാണ് വർക്കല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. KSRTC പ്രത്യേക സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 3:30 കൂടി തന്നെ
തന്നെ തിരുവനന്തപുരം ജില്ലയുടെയും ഒപ്പം തന്നെ കൊല്ലം ജില്ലയുടെയും ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ഡിപ്പോകളിൽ നിന്ന് പ്രത്യേക ബസ് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങളിലൊക്കെ വരുന്നവർക്ക് പ്രത്യേകമായി പാർക്കിംഗ് കേന്ദ്രം ഈ വർക്കല പാപനാശത്തിന് സമീപത്തും ഒപ്പം തന്നെ ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തുമായി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കി ബലിതർപ്പണ ചടങ്ങ് നടത്തി ഇവിടെ എത്തുന്നവർക്ക് മടങ്ങിപ്പോകാനുള്ള സൗകര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഗതാഗത നിയന്ത്രണം ഈ ഘട്ടത്തിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി ആരംഭിച്ച ഗതാഗത നിയന്ത്രണം ഇന്ന് ഉച്ചവരെ തുടരുമെന്നുള്ളതാണ് MVDയും ഒപ്പം തന്നെ KSRTCയും ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ അഗ്നിരക്ഷാസേനയുടെയും സ്കൂബ ടീമിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ടീമുകൾ ഇവിടെ തുടരുന്നുണ്ട്. സ്കൂബ ടീം പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകൾ, അതായത് പാപനാശം അടക്കമുള്ള തീരദേശ മേഖലകളിൽ ബലിതർപ്പണം നടത്തുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപായങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് സ്കൂബ ടീമിനെയും ഒരുക്കിയിട്ടുള്ളത്. സ്കൂബ ടീം പാപനാശത്തും തുടരുന്നുണ്ട്. ഏകദേശം 24 മണിക്കൂറോളം ഇവിടെ ഇത്തരത്തിലൊരു സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബലിതർപ്പണ തിരക്കിൽ അമർന്നിരിക്കുകയാണ് പാപനാശം ഈ മണിക്കൂറിൽ എന്നുള്ളതാണ് നമുക്ക് നൽകാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ വകുപ്പുകളുടെയും വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് ഈ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അത്രയധികം ആളുകൾ വർക്കലയിൽ എത്തുന്നുണ്ട്. ഇവിടെ എത്തി ബലിതർപ്പണം നടത്തിക്കഴിഞ്ഞാൽ ആത്മാക്കൾക്ക് പുണ്യം ലഭിക്കും, അല്ലെങ്കിൽ അവർക്ക് മോക്ഷം ലഭിക്കുമെന്നൊക്കെയാണ് വിശ്വാസം. ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വിവിധ ജില്ലകളിൽ നിന്ന് ബലിതർപ്പണം ഇവിടെ തന്നെ നടത്തണം എന്നുള്ള ആഗ്രഹം പലരും പങ്കുവെക്കാറുണ്ട്. അങ്ങനെ ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ തിരക്ക് കൂടി ഉണ്ട്. ആ തിരക്ക് കണക്കിലെടുത്തുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഈ ഘട്ടത്തിലും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന് മാത്രമൊക്കെ ഈ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. കാരണം ഇപ്പോഴും ജഗന്നാഥസ്വാമി ക്ഷേത്രവും ഈ പാപനാശം കടൽത്തീരവും ഏകദേശം 1 കിലോമീറ്ററോളം അകലമുണ്ട്. അതിന് ഇടയിൽ വലിയ രീതിയിലുള്ളൊരു ക്യൂ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നിര ഇപ്പോഴും നിൽക്കുകയാണ്. രാവിലെ 3 മണി മുതലൊക്കെ വരി നിന്ന് ഈ ഒരു ബലിതർപ്പണ ചടങ്ങുകളുടെ ഭാഗമാകുന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും മഴയാണ്, കാലാവസ്ഥ ചില സമയത്ത് മോശമാകുന്നുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുന്നത് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് വലിയ രീതിയിലുള്ളൊരു ആശ്വാസമാകുന്നു. എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മഴ മോശമാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഏകദേശം 1000-ലധികം വരുന്ന ശാന്തിമാർ ഒപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സഹായികൾ അടക്കമുള്ളവർ ഇവിടെ ബലിതർപ്പണത്തിനുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയാണ്, സഹായം ഒരുക്കുന്നുമുണ്ട്. കൃഷ്ണരാജ്. ശരി, വർക്കല പാപനാശം കടൽ തീരത്ത് വലിയ തിരക്കാണ്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ബലിതർപ്പണത്തിനായി നിരവധി പേർ അവിടേക്ക് എത്തുന്നു. ഒരുപക്ഷെ ബലിതർപ്പണ ചടങ്ങുകൾ ഉച്ചവരെ നീളാൻ സാധ്യതയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി. പത്തനംതിട്ട അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ നേതൃത്വത്തിൽ പമ്പാ തീരത്തൊരുക്കിയ കർക്കിടകവാവ് ബലിതർപ്പണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഏറെ നിയന്ത്രണങ്ങളോടെയാണ് പമ്പാ സ്നാനം അനുവദിച്ചത്. വിദ്യാധിരാജ ക്ഷേത്രത്തിൽ പുലർച്ചെയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. മൺസൂണിന്റെ തണുപ്പിൽ വിറയ്ക്കുന്ന ഇടുക്കിയിലെ കാഴ്ചകൾ മനോഹരമാണ്. മൺസൂൺ മാസത്തിൽ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരിടമാണ് പാഞ്ചാലിമേട്. ഓരോ സമയത്തും വേറിട്ട കാഴ്ചകൾ സമ്മാനിക്കുന്ന പാഞ്ചാലിമേടിന്റെ മഞ്ഞു പുതച്ച മഴക്കാഴ്ചകളിലേക്കാണ് ഇനി. ഈ കാഴ്ചകൾ എന്നും പാഞ്ചാലിമേട്ടിലുള്ളതല്ല. പച്ചപുതച്ച മലനിരകളിലൊന്നാകെ തൂവെള്ളച്ചേല ചാർത്തി കോടമഞ്ഞ് തിങ്ങുന്നു. പുൽത്തകിടികളെയും ചെറുമരങ്ങളെയും തഴുകി കാറ്റിന്റെ തേരിലേറി അതങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും. കല്ലുപാകിയ ചെറുപാതയിലൂടെ മഞ്ഞിനെ ആവോളം ആസ്വദിച്ച് യാത്ര. ശക്തമായ കാറ്റിൽ കോട തിങ്ങുമ്പോൾ നമുക്ക് മുമ്പേ നടന്നവർ പോലും അതിൽ മറയും. വെളിച്ചത്തെ കറുപ്പണയിക്കുന്ന മൂടൽമഞ്ഞിനെ കീറിമുറിച്ച് മഴയെത്തും.
മഴയ്ക്കകമ്പടിയായി എത്തുന്ന കാറ്റ് തണുപ്പിന്റെ കാഠിന്യം കൂട്ടും. സഞ്ചാരികൾക്ക് പാഞ്ചാലിമേട് നൽകുന്ന സർപ്രൈസുകളിലൊന്ന്. ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നത്. രാവിലെ ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ മഴയുണ്ടോ മഞ്ഞുണ്ടോ എന്നൊക്കെ പ്രതീക്ഷയാണ് വന്നത്. പക്ഷെ ഭയങ്കര മഴയായിപ്പോയി. പാഞ്ചാലിമേട് കാണാൻ നല്ല രസമാണ്. വ്യൂ പോയിന്റ് ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല മഴ. പക്ഷേ ആ വ്യൂ പോയിന്റ് കിട്ടിയില്ലെങ്കിലും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം റെയിൻ ടൈമിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് എല്ലാവരും നോർമലി എന്താണ് വ്യൂ പോയിന്റിന് വേണ്ടി മാത്രം വരും. പക്ഷെ ബട്ട് സ്റ്റിൽ നൗ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയത് വേറൊരു എക്സ്പീരിയൻസ്. വിത്ത് റെയിൻ നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. അതാണ് എല്ലാം വെച്ചായി. മഴ, കാറ്റ്, ഇനി ഒരു ചായ ഓൾറെഡി കുടിച്ചു. ഇനി ഒരു ചായ കൂടെ ആവുമ്പോഴത്തേക്ക് സെറ്റ് ആവും. അതെ, പക്ഷെ വ്യൂ പോയിന്റ് കണ്ടില്ല. ബട്ട് സ്റ്റിൽ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. മഴ പെയ്യുമ്പോൾ ഈ കൽക്കൂടാരങ്ങൾ ഒരു പരിധിവരെയെങ്കിലും സഞ്ചാരികൾക്ക് ആശ്വാസമാകാറുണ്ട്. മഞ്ഞിൽ പുതഞ്ഞ കൽക്കൂടാരങ്ങൾക്ക് പ്രകൃതി മറ്റൊരു സൗന്ദര്യവും സമ്മാനിക്കുന്നു. മലമുകളിലേക്ക് ഇനിയും നടന്നു കയറാനുണ്ട്. അതികഠിനമായ മഞ്ഞും ചാറ്റൽ മഴയും ആ യാത്ര തടഞ്ഞേക്കാം. അതിനെ അവഗണിച്ചും മുകളിലേക്ക് കയറിയാൽ പാഞ്ചാലിമേടിനെ ആവോളം ആസ്വദിക്കാം. പാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നുവെന്നാണ് വിശ്വാസം. പാഞ്ചാലി താമസിച്ചിരുന്ന ഇടമാണ് പിന്നീട് പാഞ്ചാലിമേട് എന്നറിയപ്പെട്ടത്. വെള്ളച്ചേലയുടുത്ത് പ്രകൃതിയോട് ലയിച്ച ദ്രൗപദി സൗന്ദര്യം. മഞ്ഞും മഴയും കാറ്റുമൊക്കെ ആവോളം ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ പാഞ്ചാലിമേട്ടിലേക്ക് എത്താം. മൺസൂണിലെ പാഞ്ചാലിമേടിന്റെ സൗന്ദര്യം ദാ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്. സുബിൻ തോമസ്, ജനം, ഇടുക്കി. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിൽ നിലപാടറിയിച്ച് ഭാരതം. വെടിനിർത്തൽ ഉടൻ നടപ്പിലാക്കണം. മുഴുവൻ ബന്ദികളുടെ മോചനവും സാധ്യമാക്കണമെന്നും UN സെക്യൂരിറ്റി കൗൺസിലിൽ ഭാരതം നിലപാടറിയിച്ചു. The way ahead is clear and India has been consistent in this regard. The ongoing human suffering must not be allowed to continue. Humanitarian assistance needs to be facilitated in a safe, sustained and timely manner. There is no substitute to peace. A ceasefire must be put in place. All hostages must be released. Dialogue and diplomacy remain the only viable paths to achieving these objectives. There are no other fixes or solutions. ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, വിവരങ്ങൾ. തീർച്ചയായും ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ഇസ്രയേൽ ഗാസ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ് സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെ റോമിൽ ചർച്ചകൾ നടത്താൻ ആരംഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. റോമിൽ എത്തിയിരിക്കുകയാണ് സ്റ്റീവ് വിറ്റ്കോഫ്. ഈ ഒരു സാഹചര്യത്തിലാണ് നിർണായകമായ ഒരു നിലപാട് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് UN സെക്യൂരിറ്റി കൗൺസിലിലെ ക്വാർട്ടർലി മീറ്റിംഗിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. ഭാരതം കൃത്യമായൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് സമാധാനത്തിന് മറ്റൊരു ബദലില്ല, സമാധാനം മാത്രമാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളിലെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് വെടിനിർത്തൽ ധാരണ നടപ്പാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ലോകം മുഴുവനും വെടിനിർത്തൽ വേണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുമ്പോൾ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കുകയും സമാനമായ രീതിയിൽ തന്നെ മാനുഷികമായ സഹായങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം, ഹമാസിന്റെ ഒരു കടുംപിടുത്തത്തിൽ കൃത്യമായൊരു നിലപാട് ഭാരതം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ബന്ദികളുടെ മോചനം സംബന്ധിച്ചാണ് ഹമാസ് ചില കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുകൾ എന്ന് തന്നെ പറയാവുന്ന നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാടുകളിൽ ഏറ്റവും പ്രധാനം ബന്ദികളുടെ മോചനം സംബന്ധിച്ചായിരുന്നു. 25ഓളം ബന്ദികൾ ജീവനോടെയും 24ഓളം ബന്ദികളുടെ മൃതദേഹങ്ങളും ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ബന്ദികളുടെ മുഴുവൻ മോചനവും സാധ്യമാക്കണമെന്നാണ് സുപ്രധാനമായും ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഈ ആവശ്യത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയാണ് ഭാരതം ആവശ്യപ്പെടുന്നതും ബന്ദികളുടെ മോചനവും വെടിനിർത്തലും അടിയന്തരമായി ഉണ്ടാകണമെന്ന് തന്നെയാണ്. ബന്ദികളുടെ മോചനം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഈ മുഴുവൻ ബന്ദികളുടെയും ജീവിച്ചിരിക്കുന്നവരെയും അതുപോലെ തന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങളും വിട്ടു നൽകണമെന്ന നിലപാടാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. അതേ നിലപാട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഹമാസ് പറയുന്നത് ജീവിച്ചിരിക്കുന്ന 10 ബന്ദികളെയും 18 മൃതദേഹങ്ങളും വിട്ടുകൊടുക്കാമെന്ന
നിലപാടാണ്. ഇതിനെയൊന്നും അംഗീകരിക്കുക സാധ്യമല്ല. സമാധാനത്തിന് വിഘ്നം വരുന്ന ഒന്നിനെയും അംഗീകരിക്കില്ല. മനുഷ്യന്റെ ദുരന്തങ്ങളായി ബാധിക്കുന്ന ഒന്നിനെയും അംഗീകരിക്കില്ലെന്ന ഉറച്ച നിലപാടാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഭാരതത്തിന്റെ പ്രതിനിധിയെ അറിയിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിൽ ഭാരതം നിലപാടറിയിക്കുന്നു. വെടിനിർത്തൽ ഉടൻ നടപ്പിലാക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. സഹകരണ ബാങ്കുകൾക്കൊപ്പം സ്വകാര്യ ബാങ്ക് കള്ളപ്പണ കേസുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് ED. സ്വകാര്യ ബാങ്കുകളിൽ ചിലത് കള്ളപ്പണ ഇടപാടുകൾക്ക് ഒത്താശ ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം. ആദായ നികുതി വകുപ്പിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. നീണ്ടുപോകുന്ന നിക്ഷേപ തട്ടിപ്പ് അന്വേഷണങ്ങളും വേഗത്തിലാക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, അതായത് ഈ സ്വകാര്യ ബാങ്കുകളുടെ കള്ളപ്പണ കേസുകളിലേക്ക് ED ഇറങ്ങിച്ചെല്ലുന്നു. അതെ കൃഷ്ണരാജ്, അതായത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ മാത്രമല്ല വ്യാപകമായിട്ടുള്ള തട്ടിപ്പും ക്രമക്കേടും നടന്നിട്ടുള്ളത്. മറ്റ് ചില സഹകരണ ബാങ്കുകളിലും സമാനമായിട്ടുള്ള തട്ടിപ്പുകളും കള്ളപ്പണക്കടത്തും നടന്നിട്ടുണ്ട്. ആ ഇടപാടുകൾ സംബന്ധിച്ചുള്ള EDക്ക് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കാര്യത്തിൽ അന്വേഷണം ED വ്യാപിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെയാണ് ഈ സ്വകാര്യ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഘട്ടത്തിൽ കടന്നിരിക്കുന്നത്. അതായത് ഈ നേരത്തെ തന്നെ റഫറൽ ഏജന്റുമാർ മുഖേന 2700 കോടി രൂപ വിദേശത്തേക്ക് ഒരു സ്വകാര്യ ബാങ്ക് കടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഇക്കാര്യത്തിലാണ് സ്വകാര്യ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള കള്ളപ്പണ ഇടപാട് നടക്കുന്നുണ്ടെന്നുള്ള വിവരവും അതുമായി ബന്ധപ്പെട്ടുള്ള ചില മറ്റ് വിശദാംശങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വകാര്യ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് ED കടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദായ നികുതി വകുപ്പിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും തേടും. അതായത് ഈ സ്വകാര്യ ബാങ്കുകളിൽ എത്രത്തോളമാണ് ഈ ഒരു വിദേശത്തേക്ക് പണം കടത്തുന്നത്, അതിൽ തന്നെ കള്ളപ്പണ ഇടപാട് എത്രത്തോളം വിവരങ്ങൾ നൽകിയത്. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് വരുന്ന ഈ വാർത്തകളൊക്കെയും കാര്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ശ്രീനന്ദ SP ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, അതായത് ഇടയ്ക്കിടെ വലിയ മഴ പെയ്യുന്നുണ്ട്, ചിലയിടങ്ങളിൽ തുടരെ മഴ പെയ്യുന്നുണ്ട്, അതിനിയും തുടരുമെന്നാണോ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അടുത്ത 3 മണിക്കൂർ അതിശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്തുടനീളം ഉണ്ടാവുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള എല്ലാ ജില്ലകളിലും ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും തീരപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശമാണ് സമുദ്ര ഗവേഷണ പഠന വകുപ്പും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഇപ്പോൾ നൽകുന്നത്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ മുതൽ അതിശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്തുടനീളം ഉണ്ടാവുക എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. നാളെ ഓറഞ്ച് അലർട്ടുകൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും മഴ മുന്നറിയിപ്പുകളെല്ലാം തന്നെ അതുപോലെ തന്നെ തുടരുകയാണ്. വരും മണിക്കൂറിൽ എന്തായാലും ശക്തമായ മഴയും കാറ്റും തന്നെയായിരിക്കും തീരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നമുക്കിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൃഷ്ണരാജ്, ശരി, മഴ തുടരും, കാറ്റിനും സാധ്യത, കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ. ചരിത്രമെഴുതി ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ്. ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ ദിവ്യ ഫൈനലിൽ ഇടം നേടി. ചെസ് ലോകകപ്പിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് 19-കാരിയായ ദിവ്യ. ചൈനയുടെ മുൻ ലോക ചാമ്പ്യൻ ടൗൺ സോങ്കിയെ സെമിയിലെ 2ാം ഗെയിമിൽ കീഴടക്കിയാണ് ദിവ്യയുടെ ഫൈനൽ പ്രവേശം. ഇന്ത്യയുടെ കൊനേരു ഹംപിയും ചൈനയുടെ ഗ്രാൻഡ് മാസ്റ്റർ ലൈ ടിൻജിയും തമ്മിലുള്ള സെമിയിലെ വിജയിയെയാണ് ദിവ്യ ഫൈനലിൽ നേരിടുക. ഹംപിയും ടിൻജിനും തമ്മിലുള്ള സെമിയിലെ 2 ഗെയിമുകളും സമനിലയിലായി. ഫൈനലിൽ ദിവ്യയുടെ എതിരാളി ആരെന്നറിയാൻ ഇന്ന് ടൈ ബ്രേക്കർ നടത്തും. പുത്തൻപുലരിയുടെ 2 മണിക്കൂർ പൂർണ്ണമാവുകയാണ്. ഏറെ വാർത്തകൾ, അതിലേറെയും ബലിതർപ്പണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുതൽ വയനാട് വരെ പ്രശസ്തമായ എല്ലാ ക്ഷേത്രങ്ങളിലെയും ബലിതർപ്പണ ചടങ്ങുകളുടെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി പിന്നെ മറ്റു വാർത്തകളും. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനത്തിൻ്റെ തുടർച്ച ആശംസിക്കുന്നു. നമസ്തേ.
Thank you.